നമസ്കാരം, പിന്നാക്കിൾ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സോ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എവിടെയാണ് വരുന്നത്? ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്ന 13th ചാപ്റ്ററിലെ +1 കെമിസ്ട്രിയിലെ 13th ചാപ്റ്റർ ഹൈഡ്രോകാർബൺസിന്റെ കീഴിലെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സബ് ഗ്രൂപ്പ് ടൈപ്പ് ഓഫ് ഹൈഡ്രോകാർബൺസ് ആണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. സോ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വിത്ത് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പേര് വരാൻ കാരണം. ദെൻ വൺ ആൻഡ് ഫോർമോസ്റ്റ് അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് അരോമാറ്റിക് ക്ലാസ് എന്ന് വെച്ചാൽ അരോമാറ്റിക് എന്ന് പറയുന്ന ക്ലാസ് ഹൈഡ്രോകാർബൺസിലെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോമ്പൗണ്ടാണ്, മോളിക്യൂളാണ് ബെൻസീൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ബെൻസീൻ ഇത്ര ഇമ്പോർട്ടൻസ്? ദെൻ സ്ട്രക്ചർ ഓഫ് ബെൻസീൻ, എങ്ങനെയാണ് സ്ട്രക്ചറിൻ്റെ ഇപ്പം നമ്മൾ കാണുന്ന രീതിയിലുള്ള ബെൻസീൻ്റെ സ്ട്രക്ചറിലേക്ക് എങ്ങനെയാണ് എത്തിയത്, പിന്നെ എന്തുകൊണ്ടാണ് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫിക്കൽട്ടീസ്, സ്ട്രക്ചർ ഓഫ് ബെൻസീനിലേക്ക് വരാൻ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസ്. ദെൻ സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ ഓൾസോ we explained on the basis of resonance structure of benzene. Then basically three synthesis methods for benzene, means how to synthesize benzene from 3 different sources. അത് നമ്മൾ കഴിഞ്ഞിരുന്നു. ഇനിയും പോവുകയാണെങ്കിൽ ബെൻസീൻ്റെ കാര്യം അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കേണ്ടത്. സെയിം ഞാൻ പറഞ്ഞു, എല്ലാ ആൽക്കൈൻസ് ആണെങ്കിലും ആൽക്കൈന് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എല്ലാത്തിന്റെ കേസ് പറയുമ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓർഡർ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ പോകും ആദ്യം, പിന്നെ നമ്മൾ അതിന്റെ പോകുന്നത് മെയിനായിട്ട് അതിന്റെ സ്ട്രക്ചറിലേക്ക് പോകും, എന്താണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഉള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. പിന്നെ പോകുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ്. എങ്ങനെയാണ് ഇത് ഫിസിക്കലി ഇതിന്റെ അപ്പിയറൻസും കാര്യങ്ങളും, പിന്നെ ഇത് കെമിക്കലി ഹൗ ഇറ്റ് ഈസ് റിയാക്ടിങ് എന്നുള്ളതാണ് എല്ലാത്തിന്റെ കേസ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഓർഡറിലും പഠിക്കേണ്ട രീതി അങ്ങനെയാണ്. ആൽക്കൈൻസ് എടുക്കുമ്പോൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി കെമിക്കൽ പ്രോപ്പർട്ടിയും പഠിച്ചിരിക്കണം. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആൽക്കൈൻസിന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഓൾമോസ്റ്റ് സെയിമാണ്. വലിയ മറ്റ് വേരിയേഷൻ ഒന്നും ഇല്ല. എല്ലാ സെയിം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സെയിം ട്രെൻഡ് ഒക്കെയാണ് കാണുന്നത്. മെൽറ്റിംഗ് പോയിന്റിന്റെ ചേഞ്ച്, പോയിന്റിന്റെ ചേഞ്ച് ഒക്കെ. പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടീസിന് മാത്രം റിയാക്ഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. ഈവൻ ബിക്കോസ് ഓഫ് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് എന്നുള്ള വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് ആ ഒരു കെമിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ഈ കേസിലും വരുവാണെങ്കിൽ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറയുകയാണെങ്കിൽ കമ്പയർഡ് ടു അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ചില പോയിന്റുകളൊക്കെ സെയിം ആണ്. ഈവൻ ഫസ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ നോൺ പോളാർ. ഈ അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് ആണെങ്കിൽ പോലും ദേ ആർ ഓൾസോ നോൺ പോളാർ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ളത് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇനി കമ്പാരിസൺ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ ബേസ്ഡ് ഓൺ ദ പോയിന്റ്സ്. ഓക്കെ, ദെൻ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പറയാം. പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ നോൺ പോളാർ കോമ്പൗണ്ട്സ്. ഓക്കെ, പോളാർ അല്ലെങ്കിൽ നോൺ പോളാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇപ്പം പോളാർ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ പ്ലസ് ഓർ മൈനസ് ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനെ പോളാർ എന്ന് പറയാം. പ്ലസ് ഓർ മൈനസ്. ഇപ്പം HCl എന്ന് പറയുന്നൊരു പോളാറാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ എന്ന് പറയുന്നത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടൊരു Cl പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും, ഡെൽറ്റ പോസിറ്റീവ് ചാർജ്, മീൻസ് ഇലക്ട്രോനെഗറ്റീവിലുള്ള ഹ്യൂജ് ഡിഫറൻസ് കാരണം. പക്ഷേ ഈ ഒരു കേസ് വരുവാണെങ്കിൽ അത് നോൺ പോളാർ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കാർബൺ, എല്ലാ കാർബണും 6 കാർബണും 6 ഹൈഡ്രജനും ഉള്ളതാണ് ബെൻസീൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ എല്ലാ കാർബണും കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാർബണും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ കാർബണും സെയിം ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഇല്ലാതുകൊണ്ട് തന്നെ അതുകൊണ്ട് പൊളാരിറ്റി ഡിഫറൻസിന്റെ കാര്യം വരുന്നില്ല. ഈവൻ ദോ ഹൈഡ്രജനുമായിട്ട് കാർബൺ ഒരു പൊളാരിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും അത്രയ്ക്ക് മച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് അല്ലെങ്കിൽ പൊളാരിറ്റി ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ദേ ആർ ഹൈലി നോൺ പോളാർ കോമ്പൗണ്ട്സ്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ദേ ആർ കളർലെസ്. അരോമാറ്റിക് കോമ്പൗണ്ട്സിന് അങ്ങനെ കളർ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പിന്നെ കളർലെസ്, ലിക്വിഡ് ഓർ സോളിഡ്. ബേസിക്കലി അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ ഗ്യാസ് ആയിട്ട് കാണുന്നില്ല. മീൻസ് മിനിമം 6 കാർബൺ അല്ലെങ്കിൽ 5 കാർബൺ മുതലാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക്കലി ഓൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആർ ലിക്വിഡ്സ് ഓർ ഗ്യാസസ്. കളർലെസ് ലിക്വിഡ്സ് ഓർ ഗ്യാസസ് അല്ല, ലിക്വിഡ്സ് ഓർ സോളിഡ്സ്. ഓക്കെ, കളർലെസ്, ലിക്വിഡ്സ് ഓർ സോളിഡ്സ്. ദെൻ എസ്പെഷ്യലി ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് വരാൻ കാരണം ദേ ഹാവ് എ സ്മെൽ, പ്ലസന്റ് സ്മെൽ. ഓൾമോസ്റ്റ് ഓൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ഹാവ് എ പ്ലസന്റ് സ്മെൽ. അരോമ മീൻസ് പ്ലസന്റ് സ്മെൽ. ദെൻ പിന്നെ വരുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നാഫ്തലിൻ. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന സാധനമാണ്. പാറ്റ ഗുളിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇതേപോലുള്ള ഇൻസെക്ട്സ് ഒന്നും വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി ഒരു ചോക്ക് പോലത്തെ ഒരു സാധനം കിട്ടും. നമ്മൾ അത് വെച്ച് ഇങ്ങനെ ജനലിൻ്റെ അവിടെയും വാതിലിൻ്റെ അവിടെയൊക്കെ ഒരു വര പോലെ ഇടും. എന്തിനാ ഒരു ലൈൻ വരച്ചിടുന്നത്? അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഇതുപോലത്തെ ഇൻസെക്ട്സ് ഒന്നും നമ്മുടെ വീടിനകത്തേക്ക് കയറത്തില്ല. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. എക്സാമ്പിൾ പറയാൻ കാരണം നാഫ്തലിൻ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. സോ അതിൻ്റെ സ്മെല്ലും നിങ്ങൾക്ക് അറിയാം, പാറ്റ ഗുളികയുടെ സ്മെല്ലാണ് ഓൾമോസ്റ്റ്. ഓക്കെ, ദെൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറുമായിട്ട് സോലുബിൾ അല്ല. ദേ ആർ ഇമ്മിസിബിൾ ഇൻ വാട്ടർ. ഇമ്മിസിബിൾ എന്ന് പറയാൻ കാരണം ഇപ്പോൾ വാട്ടറും ഇത് എടുത്തു കഴിഞ്ഞാൽ അരോമാറ്റിക് കോമ്പൗണ്ടും വാട്ടറും ഇങ്ങനെ 2 ലെയറായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കും. ഒരിക്കലും അത് മിക്സ് ആകത്തില്ല. പക്ഷേ
ഇതേപോലെ ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ നോൺ പോളാർ സോൾവെന്റ്സിൽ സോലുബിൾ ആണ്. നോൺ പോളാർ സോൾവെന്റ് എടുത്തു കഴിഞ്ഞാൽ ടോളുവീനോ അല്ലെങ്കിൽ ഇതേപോലെ കാർബൺ ടെട്രാക്ലോറൈഡ് ഇതേപോലത്തെ ഒക്കെ സോൾവെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് സോലുബിൾ ആണ്. വാട്ടറിൽ ഇത് ഇമ്മിസിബിൾ ആയിട്ട് തന്നെ നിൽക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ലാബിലൊക്കെ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ ഇപ്പം നിങ്ങൾക്കിപ്പോൾ BSc കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി അതുപോലുള്ള കോഴ്സുകളാണ് +2 കഴിഞ്ഞ് എടുക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നമുക്ക് കുറേ ടെസ്റ്റുകളുണ്ട്. എങ്ങനെ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിനെ ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രിലിമിനറി ടെസ്റ്റ് കൊണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണോ അല്ലയോ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അരോമാറ്റിക് ഹൈഡ്രോകാർബണിന്റെ ഒരു ഇപ്പം നാഫ്തലിൻ തന്നെ തന്നു കഴിഞ്ഞാൽ ഒരു ചൈനഡേഷൻ്റെ അകത്ത് പൗഡർ ഫോമിലായിരിക്കും തരുന്നത്, വൈറ്റ് പൗഡർ ഫോമില്ല. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ജസ്റ്റ് ഇതൊരു സ്പാച്ചുലർ എടുക്കുക, നമ്മളൊരു ഫ്ലെയിമിലേക്ക് കാണിക്കുമ്പോഴത്തേന് സൂട്ടി ഫ്ലെയിം വരും. സൂട്ടി ഫ്ലെയിം എന്ന് വെച്ചാൽ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് കറുത്ത പുകയോട് കൂടി വരുന്ന ഫ്ലെയിം മീൻസ് സൂട്ടി ഫ്ലെയിം എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിച്ചത്. കറുത്ത പുകയോട് കൂടി ഭയങ്കര കറുത്ത പുകയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് അരോമാറ്റിക് കോമ്പൗണ്ടിന് വേണ്ടിയിട്ട് ഒരു പ്രിലിമിനറി ടെസ്റ്റും കൂടാണ് ഈ ഒരു ശകല അരോമാറ്റിക് കോമ്പൗണ്ട് സ്പാച്ചിലെടുത്ത് നമ്മളിങ്ങനെ ഫ്ലെയിമിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ സൂട്ടി ഫ്ലെയിം എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു അരോമാറ്റിക് കോമ്പൗണ്ടാണ്. ഓക്കെ, സോ ഇതിന് പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇതാണ്. when they burns they will produce like a sooty flame. ഇങ്ങനെ കറുത്ത പുകയോട് കൂടിയാണ് അത് കത്തുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. സോളിഡ്സ് ആണ്, സോളിഡ്സ് ഓർ ലിക്വിഡ്സ് ആണ്, ബേസിക്കലി കളർലെസ് ആണ്. ഓൾമോസ്റ്റ് ഓൾ കോമ്പൗണ്ട്സ് അരോമ മീൻസ് സ്മെല്ല്. ദെൻ നാഫ്തലിൻ്റെ സ്മെല്ല് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ ചോക്ക്, നാഫ്തലിൻ ചോക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഈ ഒരു എന്താണ് പറഞ്ഞത്, ബേൺസ് വിത്ത് സൂട്ടി ഫ്ലെയിം. ഇതൊക്കെയുള്ളൂ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. പക്ഷേ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയി പോയി കഴിഞ്ഞാൽ എല്ലാ കേസിലും പഠിച്ച പോലെ തന്നെ ഇതും നമ്പർ ഓഫ് റിയാക്ഷൻസ് തരുന്നുണ്ട്. നമ്പർ ഓഫ് റിയാക്ഷൻസ് തരുന്നുണ്ട്. മീൻസ് ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ഡിഫറെൻറ്റ് റിയേജൻസുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻലി ഈ ബെൻസീൻ അല്ലെങ്കിൽ ഇത് ബെൻസീൻ പോലുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യണം എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലായിടത്തും 6 കാർബണും 6 ഹൈഡ്രജനും ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കാർബണെ നമുക്ക് ഒരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഗ്രൂപ്പിനെ ഞാൻ കൊണ്ടുവരികയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ ഡബിൾ ബോണ്ട് എടുക്കുന്നെങ്കിൽ ഇവിടുത്തെ എണ്ണത്തിലൊന്നും ഒരു വ്യത്യാസം പറ്റത്തില്ല. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ട് പോയിട്ട് ഇവിടെ ചിലപ്പോൾ ഒരു എച്ചോ ഇവിടെ എച്ചോ അല്ലെങ്കിൽ CLO വരും. അഡീഷനും സബ്സ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള വ്യത്യാസമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ ആൾ വരും, ഒരാളെ കളഞ്ഞിട്ടാണ് വേറെ ആൾ വരുന്നത്. പക്ഷേ അഡീഷന്റെ കേസിൽ ഒരാൾ അവിടെ എലിമിനേറ്റ് ആയി പോകുന്നില്ല, ഉള്ളതിൻ്റെ കൂടെ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് പറയുവാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. മീൻസ് അതിൻ്റെ അകത്ത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആയിട്ട് ബെൻസീൻ പോലുള്ള കോമ്പൗണ്ട്സുകളിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കാൻ കൂടുതൽ ചാൻസ് കമ്പയർഡ് ടു അഡീഷൻ റിയാക്ഷൻസ്. ഓക്കെ, അഡീഷൻ റിയാക്ഷൻസ് ഓക്സിഡേഷൻ റിയാക്ഷൻസിനെക്കാട്ടിലും ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഈ ടൈപ്പ് കോമ്പൗണ്ട്സ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു, അഡീഷൻ റിയാക്ഷൻസിന് നടക്കണം ഒരു ട്രൂ ഡബിൾ ബോണ്ട് വേണം. ബെൻസീനിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള അരോമാറ്റിക് കോമ്പൗണ്ടുകൾ ട്രൂ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഓഫ് ദെയർ പൈ ബോണ്ട്സ് ആർ ഡീലോക്കലൈസ്, നോട്ട് എ സ്റ്റാഗ്നന്റ് ബോണ്ട്. ഓക്കെ, പൈ ബോണ്ട്സ് ഡീലോക്കലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു എക്സാക്ട് പൊസിഷൻ ഇല്ല അതിന്. അതുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റും ട്രൂ ഡബിൾ ബോണ്ട് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും അഡീഷൻ റിയാക്ഷൻസ് ഫേവറബിൾ ആണ്. പക്ഷേ കമ്പയർഡ് ടു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഈസ് മോർ ഫേവേർഡ്. ഓക്കെ, പക്ഷേ ഒരു നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ നല്ലൊരു കെമിക്കൽ കണ്ടീഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ യൂസിങ് അസിഡിക് കണ്ടീഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബേസിക് കണ്ടീഷനിലൊക്കെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നതിൽ അഡീഷൻ റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷനും ഒക്കെ നടക്കാം. ഓക്കെ, നടക്കത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. മോർ ഫേവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഒരിക്കലും പറഞ്ഞത് അഡീഷൻ റിയാക്ഷൻസ് നടക്കത്തേ ഇല്ലെന്നല്ല. മോർ ഫേവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷനും ഓക്സിഡേഷൻ റിയാക്ഷനും ഒക്കെ നടക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ, ഈവൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ റൂം ടെമ്പറേച്ചർ നടക്കുന്നുണ്ടെങ്കിൽ അഡീഷൻ റിയാക്ഷനും ഓക്സിഡേഷൻ റിയാക്ഷനും ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ബിറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ റിയേജന്റ് കൂടെ യൂസ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെയുള്ള റിയാക്ഷൻസും കിട്ടും. ഓക്കെ, അത് നമ്മുടെ ബേസ്ഡ് ഓൺ അവർ നീഡ്. നമുക്ക് എന്താണോ പ്രോഡക്റ്റ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് റിയാക്ഷൻ മാറ്റാം. സോ അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓരോ കെമിക്കൽ റിയാക്ഷൻ എന്തൊക്കെയാണ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്, ഏതൊക്കെ റിയാക്ഷൻസിന് ഇപ്പോൾ എല്ലാത്തിനും നമ്മൾ ബേസിക് ആയിട്ട് ബെൻസീനെ എടുത്താണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, എല്ലായിടത്തും ഇവിടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ബെൻസീന്. നമുക്ക് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള അരോമാറ്റിക് ഹൈഡ്രോകാർബണും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ബെൻസീൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മളിപ്പോൾ ബെൻസീനിലേക്കാണ്. ബെൻസീൻ്റെ റിയാക്ഷൻസ് ആണ് എക്സ്ക്ലൂസീവ്ലി പറയുന്നത്. ഈവൻ ദോ
അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൽ വരുന്ന മെയിൻ ക്ലാസ് കോമ്പൗണ്ടായ ബെൻസീൻ്റെ മാത്രമാണ് നമ്മൾ ഈ റിയാക്ഷൻസ് കംപ്ലീറ്റ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ബെൻസീന് എന്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് വരും, എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ റിയാക്ഷൻസ് ഉണ്ടോ, ഓക്സിഡേഷൻ സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. റിയാക്ഷൻ ബൈ റിയാക്ഷൻ, ഒരു കാറ്റഗറി ഓഫ് റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് ബെൻസീൻ ടൈപ്പ് ഓഫ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കപ്പെടുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് ഒരു ജസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്താ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, എന്താണ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈലിനെ നമ്മൾ ജനറലി E+ എന്ന് സൂചിപ്പിക്കും. കാരണം എന്താ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്, ഇലക്ട്രോൺ കുറവുള്ള ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വേണ്ട ഗ്രൂപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ കുറവെന്ന്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആവശ്യം ഉണ്ട്, ഇനി എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗ്രൂപ്പ്സിനെയാണ് ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്ലസ് ചാർജ് ഇല്ല. പ്ലസ് ചാർജിൻ്റെ മീനിങ് എന്താണ്? ഇൻ അർജൻസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ വേണം. പക്ഷെ നമ്മളിപ്പോൾ ഒരു മൈനസ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആവശ്യത്തിൽ കൂടി ഇലക്ട്രോൺ ഉണ്ട് എന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയും. ഓക്കെ, നിങ്ങളിത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഉള്ള ആൾക്കാണ് നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ഇല്ലാത്ത ആൾക്കാണ് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ഇലക്ട്രോഫൈൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്, നമ്മൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ബെൻസീൻ റിങ്ങിലോട്ടുള്ള റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം 6 ബൈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡീലോക്കലൈസ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് മീൻസ് ഇലക്ട്രോൺ റിച്ച് ഗ്രൂപ്പ് നമുക്ക് പറയാൻ പറ്റും ബെൻസീൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഇല്ലാത്തവരുള്ള ഇപ്പം ബെൻസീൻ പോലത്തെ ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് കണ്ട് ഡയറക്റ്റ് ആയിട്ട് പോയി റിയാക്ട് ചെയ്തിരിക്കും. അതാണ് നമ്മൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് മോർ ഫേവേർഡ് ആണ്. ബിക്കോസ് ഇലക്ട്രോൺ ഇല്ലാത്ത ഒരാൾ ഇലക്ട്രോൺ റിച്ച് ആയിട്ടിരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഈസിലി പോയി അറ്റാക്ക് ചെയ്ത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഫോം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് പ്രോഡക്റ്റ് ഫോം ചെയ്യൽ, ഏതൊക്കെ ടൈപ്പാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്ക് ഓരോരോ എക്സാമ്പിൾ വൈസ് നോക്കാം. ബേസിക്കലി 5 ടൈപ്പ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കാനുള്ളത്. എല്ലാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ, പക്ഷേ ബേസ്ഡ് ഓൺ ദ നെയിം അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ദി ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ E+ എന്ന് എഴുതി വെച്ചാൽ ജനറലി നമ്മൾ പറയുവാണ് E+. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പും ആവാം. ഏത് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൂപ്പിൽ 5 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പും ആകാം ഇലക്ട്രോഫൈൽ. ഓക്കെ, ഇലക്ട്രോഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പുകളിലെ ഏത് ഗ്രൂപ്പും ആകാം ഇലക്ട്രോഫൈൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻസിന് പേര് കൊടുക്കുന്നത്? ഇലക്ട്രോഫൈലിൻ്റെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇലക്ട്രോഫൈൽ ഏതാണോ അത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഇത് ഏത് റിയാക്ഷൻ ആണോ. മനസ്സിലായല്ലോ? ബേസ്ഡ് ഓൺ ദി ഇലക്ട്രോഫൈലാണ് നമ്മൾ റിയാക്ഷൻ നെയിമിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിയാക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നൈട്രേഷൻ. ഓക്കെ, നൈട്രേഷൻ ആണ് ഫസ്റ്റ് ടൈപ്പ് റിയാക്ഷൻ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഈസ് നൈട്രേഷൻ. എന്തുകൊണ്ടാണ് നൈട്രേഷൻ വരാൻ കാരണം? നൈട്രോണിയം അയോൺ NO2+ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പോവാം. നൈട്രേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീൻ തന്നെയാണ് റിയാക്ഷൻ എടുക്കുന്നത് നൈട്രേഷൻ. നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു ടാബ്ലർ കോളം ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്ര എക്സാമ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടാബ്ലർ കോളം ഉണ്ടാക്കി പഠിക്കുക, ടേബിളൊക്കെ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകത്തില്ല, അല്ലെങ്കിൽ ഡൗട്ട് വരുന്നില്ല ഏത് ഇലക്ട്രോഫൈലാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രോഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഉണ്ടോ, ഒരു നൈട്രജനും 2 ഓക്സിജൻ ഉണ്ട്. ഇപ്പോൾ ഏത് പാർട്ടിലോട്ടാണ് പോയി അറ്റാക്ക് ചെയ്യുന്നത്, ഏത് ഗ്രൂപ്പാണ് ബെൻസീനുമായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത് വരുന്നത്, ഓക്സിജൻ ആണോ നൈട്രജൻ ആണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ടാബ്ലർ കോളത്തിലൊക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിയാക്ഷനിലാവുക നൈട്രേഷൻ. നൈട്രേഷൻ എങ്ങനെയാണ് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ എടുക്കുക. ഓക്കെ, ബെൻസീൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നൈട്രേറ്റിംഗ് മിക്സർ. നൈട്രേറ്റിംഗ് മിക്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിക്സറാണ് നൈട്രേറ്റിംഗ് മിക്സർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, HNO3 നൈട്രിക് ആസിഡ്. ഓക്കെ, മിക്സറാണ്. ഓക്കെ, മിക്സർ ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്. മീൻസ് ബെൻസീൻ എടുക്കുക, ഒരു 1 ഇതിൻ്റെ റേഷ്യോ ഉണ്ട്, പർട്ടിക്കുലർ റേഷ്യോ ഒക്കെ ഉണ്ട്. ഓക്കെ, പർട്ടിക്കുലർ റേഷ്യോയിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും എടുക്കുക, ഹീറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? 323 to 333 Kelvin. ഇത്രയും ചെയ്താൽ മാത്രം മതി. ബെൻസീൻ എടുക്കുക, ഒരു നൈട്രേറ്റിംഗ് മിക്സറുമായിട്ട് ആഡ് ചെയ്യുക. നൈട്രേറ്റിംഗ് മിക്സർ എന്ന് ഉദ്ദേശിക്കുന്ന മിക്സർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റാണ്.
എങ്ങനെയുണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ എല്ലായിടത്തും ഒരു ഹൈഡ്രേൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ കെക്കിലെ സ്ട്രക്ചറിൽ മോഡൽ എഴുതുമ്പോഴത്തേക്ക് ഹൈഡ്രേൻ എങ്ങനെ വരയ്ക്കണമെന്ന് നിർബന്ധം തോന്നുന്നില്ല സ്ട്രക്ചറിലേക്ക്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി എങ്ങനെ വരയ്ക്കാം. പക്ഷേ ഇത്രേ ഉള്ളൂ, ഇവിടെ എല്ലായിടത്തും അറിയാം C6H6 ആണ് ഇത്. ഓക്കെ, ഇതിൽ ഒരു ഹൈഡ്രേനെ മാറി അവിടെ ഒരു നൈട്രോ ഗ്രൂപ്പ് വരും. എന്താണ് സംഭവിക്കുന്നത്? C6H6 എന്ന് പറയുന്ന സാധനം ഈ റിയാക്ഷൻ നടക്കുമ്പോഴത്തേന് എന്താണ് സംഭവിക്കുന്നത്? C6H5 ഒരു ഹൈഡ്രേനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു NO2 ഗ്രൂപ്പ് വരും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നൈട്രേഷൻ റിയാക്ഷൻ എന്തുകൊണ്ടാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയാൻ കാരണം? ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് NO2+ ആണ്. ഓക്കെ, NO2+ ആയതുകൊണ്ട് തന്നെ പ്ലസ് ചാർജ് വരുന്ന ഏത് ഗ്രൂപ്പിനെ നമുക്ക് ഇലക്ട്രോഫൈൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചല്ലോ. സിമ്പിൾ റിയാക്ഷൻ ആണ് നൈട്രേഷൻ റിയാക്ഷൻ. ബെൻസീൻ എടുക്കുക, അതിന് നൈട്രേറ്റിംഗ് മിക്സറായിട്ട് ആഡ് ചെയ്യുക. നൈട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ എടുത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, മിക്സർ ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ് നൈട്രിക് ആസിഡ്, ആഡ് ടു റിയാക്ഷൻ മിക്സർ, ദെൻ ഹീറ്റ് ഇറ്റ്. ടെമ്പറേച്ചർ കൊടുക്കേണ്ട 323 to 333 Kelvin ഗീവ്സ് നൈട്രോബെൻസീൻ. ഈ പ്രോഡക്റ്റിൻ്റെ പേരാണ് നൈട്രോബെൻസീൻ. നെയിം വളരെ എളുപ്പമല്ല, കോമൺ നെയിം വളരെ എളുപ്പമല്ല, നൈട്രോബെൻസീൻ. നൈട്രേഷൻ ചെയ്യുമ്പോൾ നൈട്രോബെൻസീൻ നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ബെൻസീൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് നൈട്രോബെൻസീൻ. ജസ്റ്റ് ഓർത്തിരിക്കുക അതിൻ്റെ പേര്, സ്ട്രക്ചറും. അത് +2 അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് നിൽക്കുമ്പോഴത്തേന് വളരെ ആവശ്യപ്പെടുന്ന കുറേ അധികം റിയേജൻസിൻ്റെ സിന്തസിസാണ് നമ്മൾ ഇവിടെ വെച്ചേ പഠിച്ചിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബെൻസീനിൽ നിന്ന് നൈട്രേഷൻ ചെയ്ത് നൈട്രോബെൻസീൻ കിട്ടുന്ന റിയാക്ഷൻ പഠിച്ചു. ഓക്കെ, ഇനി അടുത്തിലേക്ക് പോകാം. ക്ലോറിനേഷൻ എന്താ? നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും എന്താണ് ക്ലോറിനേഷൻ, എന്തുകൊണ്ടാണ് ക്ലോറിനേഷൻ വരാൻ കാരണം. ഇതൊരു ടൈപ്പ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. പക്ഷേ ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്താണ്? Cl+. അതുകൊണ്ടാണ് ക്ലോറിനേഷൻ വരാൻ കാരണം. ക്ലോറിനെയാണ് ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലോറിനേഷൻ ഇലക്ട്രോഫൈൽ എന്താണ്? Cl+. ഇവിടെ സിമ്പിളാണ്. പക്ഷെ ഇവിടുത്തെ പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നൈട്രേഷൻ ചെയ്ത പോലത്തെ ഒരു കണ്ടീഷനിലല്ല നമ്മൾ ക്ലോറിനേഷൻ ചെയ്തത്. നൈട്രേഷൻ ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ്, മിക്സർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് എടുത്തത്? നമ്മൾ മെക്കാനിസത്തെ പഠിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം, എങ്ങനെയാണ് ഈ ടൈപ്പ് റിയാക്ഷൻസ് ഉള്ളതെന്ന് നമ്മൾ മെക്കാനിസത്തെ പഠിക്കും. ഇപ്പം ജസ്റ്റ് നമ്മൾ പരിചയപ്പെടുവാണ് എങ്ങനെയാണ് റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് നമ്മൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസ് നടക്കാൻ കാരണം ഇതുപോലുള്ള അരീൻസിന് അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ട്സിന് നമുക്ക് ഈസിലി ക്ലോറിനേഷൻ ചെയ്യാൻ പറ്റും. എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ബെൻസീൻ്റെ ക്ലോറിനേഷനാണ് പഠിക്കുന്നത്. ഓക്കെ, ബെൻസീൻ എടുക്കുക. ഇപ്പോൾ ഇവിടെ വേണ്ട റിയേജന്റ് ഏതാണ്? Cl2. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് എനി ലൂയിസ് ആസിഡ്, 2-3 ലൂയിസ് ആസിഡ് വേണം. ഇവിടെ നമ്മൾ മെയിൻലി എപ്പോഴും യൂസ് ചെയ്യുന്ന അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡാണ്. ഇതൊരു ലൂയിസ് ആസിഡാണ്. ഓക്കെ, ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിൽ ബെൻസീനെ ക്ലോറിനേറ്റ് ചെയ്യണം. ഇൻ ദ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് മാത്രമേ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് റിയാക്ഷൻസ് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സിനെ ഹാലോ അരീൻസ് എന്ന് വിളിക്കാം. ഹാലോ അരീൻസ് എന്താണ്? ഹാലോ അരീൻസ് എന്ന് വിളിക്കാൻ കാരണം ഞാൻ ഓൾറെഡി അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ അതർവൈസ് നോൺ ആസ് അരീൻസ്. ഓക്കെ, എന്താണ് ഹാലോ എന്ന് വരാൻ കാരണം? ഹാലോജൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹാലോ അരീൻസ്. ഇവിടെ ഇപ്പോൾ കിട്ടിയത് ക്ലോറിൻ വെച്ചാണ് ഇവിടുത്തെ ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലോറോബെൻസീൻ കിട്ടും. സിമ്പിൾ അല്ലേ? സിമ്പിൾ റിയാക്ഷൻ ആണ്. ഹാലോ അരീനാണ്. ഹാലോ അരീൻ. ഓക്കെ, കോമൺ നെയിമാണ് ഹാലോ അരീൻ. പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ നെയിം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോബെൻസീൻ. ബ്രോമിനാണ് യൂസ് ചെയ്യുന്നത്, ബ്രോമോബെൻസീൻ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരേ ഒരു കണ്ടീഷൻ ഉണ്ട്. അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് പോലുള്ള ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഇപ്പം ലൂയിസ് ആസിഡിൻ്റെ വേറെ ഏതെങ്കിലും വെച്ച് കഴിഞ്ഞാൽ FeCl3, FeBr3, ദെൻ AlCl3 ഇതുപോലത്തെ അൻഹൈഡ്രസ് കോമ്പൗണ്ടുകളുടെ അല്ലെങ്കിൽ ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിനെയൊക്കെ ബെൻസീനുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള അരോമാറ്റിക് അല്ലെങ്കിൽ അരീൻസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലോ അരീൻസ് അഥവാ ഇതുപോലുള്ള ഹാലോ കോമ്പൗണ്ട്സ് ഹാലജൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട പ്രോഡക്റ്റുകൾ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലോറിനേഷൻ റിയാക്ഷൻ. എന്തുകൊണ്ടാണ് ക്ലോറിനേഷൻ റിയാക്ഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആകാൻ കാരണം? ഇവിടുത്തെ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പ് Cl+ ആയതുകൊണ്ട് പ്ലസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് ഇലക്ട്രോഫൈലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓൺ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, ഇനി അടുത്തൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്ക് പോകും, സൾഫണേഷൻ റിയാക്ഷൻ. ഓക്കെ,
ഇവിടെ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്താണ്, ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ് ഇവിടുത്തെ റിയേജന്റ്. ഇവിടെ ഇത്രയേ ഉള്ളൂ. ബെൻസീൻ എടുക്കുക. ഓക്കെ, ബെൻസീൻ എടുക്കുക പ്ലസ് H2SO4. Fuming H2SO4. Okay, gives benzene sulfonic acid. Benzene sulfonic acid ആണ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ സൾഫണേഷൻ റിയേഷൻ എന്ന് പറയുന്നത് ഒരു ആൽക്കലേഷൻ അല്ല, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഹൈഡ്രജനെ, ബെൻസീനിലുള്ള ഒരു ഹൈഡ്രജനെ മീൻസ് C6H5 എന്ന് H6 എന്ന് പറയുന്ന ഹൈഡ്രജനിൽ നിന്ന് നമ്മൾ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടുമ്പോഴേക്കും C6H5SO3H എന്ന് പറയുന്ന എക്സ്ട്രാ ഗ്രൂപ്പ് ഇതിനെ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. SO3H ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആകപ്പെടുന്ന ഗ്രൂപ്പ് അതാണ് SO3H എന്ന് പറയുന്ന സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഇതിനെ സൾഫോണേഷൻ റിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ റിയേഷന്റെ പേര്? സൾഫോണേഷൻ. ഇവിടെ ഇത്രയും ചെയ്താൽ മതി. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. ഓക്കെ, ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക, ബെൻസിലേക്ക് ആഡ് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. ഹീറ്റിന്റെ കറക്റ്റ് എമൗണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ എത്ര കെൽവിൻ ഹീറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് എടുക്കുക, ഒരു മൈൽഡ് കണ്ടീഷനിൽ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ തേർഡ് ടൈപ്പ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം. അതൊരു നെയിംഡ് റിയാക്ഷൻ ആണ്, ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ആൽക്കൈലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റും ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 4 ഫ്രീഡൽ-ക്രാഫ്റ്റ്സ്. ആൽക്കൈലേഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ എന്താണ്, ഇലക്ട്രോഫൈൽ. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ആൽക്കൈൽ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്ന ഏതൊരു ആൽക്കീൻ എടുക്കും, അതിൽ നിന്നൊരു H മാറ്റി കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പായി. ഇപ്പം CH4 നിന്നൊരു H മാറ്റി കഴിഞ്ഞാൽ CH3, ഇതെന്ന് പറയുന്നൊരു മീഥൈൽ ഗ്രൂപ്പായി. ഓക്കെ, C2H6 എന്ന് പറയുമ്പോഴത്തേന് എന്തായി? ഈഥേനായി. അതിൽ നിന്നൊരു ഹൈഡ്രജൻ മാറ്റിയ C2H5, ഇതെന്ന് പറയുന്നത് ഈഥൈലായി. ഓക്കെ, അപ്പൊ ഈ YL എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആൽക്കൈൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഒരു പേരന്റ് ആൽക്കൈൽ നിന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കിയിട്ട്. ഓക്കെ, അപ്പൊ ആൽക്കൈലേഷൻ എന്ന് പറയാൻ കാരണം ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ബെൻസീനിലേക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണം. മീൻസ് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് എങ്ങനെ ഒരു ഹാലജനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ്? ഒരു ഹൈഡ്രജൻ എടുക്കുക, ബെൻസീനിനകത്തേക്ക് ഒരു ബെൻസീനിൽ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഹൈഡ്രജനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ ഒരു ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനാക്കി മാറ്റാം എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ പറയുന്നത് എന്താണ്? നമ്മൾ ബെൻസീൻ എടുക്കുക, എല്ലാത്തിൻ്റെ അകത്തും ബെൻസീനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇവിടെ എടുക്കേണ്ട റിയേജന്റ് ആൽക്കൈൽ ഹാലൈഡ്. എനിക്കിപ്പോൾ ഞാനിവിടെ ആൽക്കൈലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മീഥൈൽ ഗ്രൂപ്പിനെയാണ് ബെൻസീനിലേക്ക് ആൽക്കൈലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഏതായിരിക്കണം? മീഥൈൽ ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം, അല്ലെങ്കിൽ ക്ലോറോമീഥൈൻ എടുക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ C2H5Cl ആണ് നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ, H5 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം, മീൻസ് ക്ലോറോ ഈഥേൻ എടുക്കണം. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ യുവർ നീഡ് ആണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനുള്ള അത് ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് CH3 കൂടി ഇൻസേർട്ട് ചെയ്യേണ്ടതുകൊണ്ട് CH3Cl എന്ന് പറയുന്ന ഒരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കും. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസ്, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഓക്കെ, AlCl3. ഓക്കെ, ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്ന് പറയാൻ കാരണം അതാണ്, ഈ ഒരു റിയേജന്റിന്റെ പ്രസൻസിലാണ് നമ്മൾ ഇതിനെ ബെൻസീൻ ആൽക്കൈലേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ കിട്ടേണ്ട പ്രോഡക്റ്റ് എന്താണ്? നമ്മുടെ ഇലക്ട്രോഫൈൽ എന്താണ്? CH3+. ഓക്കെ, CH3+ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. അപ്പോൾ ബെൻസീനെ എടുത്തു, ബെൻസീൻ്റെ അകത്തിലൊരു ഹൈഡ്രജനെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? ഇതിന് പറയുന്ന പേരാണ് ടൊളുവീൻ. ഓക്കെ,
നമ്മളിപ്പോൾ മൂന്ന് പ്രോഡക്റ്റ് പഠിച്ചു. ബെൻസീൻ്റെ ഒരു ഡെറിവേറ്റീവ്, നൈട്രോബെൻസീൻ പഠിച്ചു, ക്ലോറോബെൻസീൻ പഠിച്ചു, ബെൻസീൻ സൾഫോണിക് ആസിഡ് പഠിച്ചു. ഇവിടെ പഠിക്കുന്നതാണ് ടോളുവീൻ. എങ്ങനെ നമുക്ക് ടോളുവീൻ എന്ന് പറയുന്നത് ഒരു ഹൈലി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാടുള്ളൊരു കെമിക്കലാണ് ടോളുവീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ബെൻസീനിൽ നിന്ന് ഡയറക്റ്റ് ടോളുവീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടോളുവീൻ ആണ് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ മീഥൈൽ ക്ലോറൈഡ് എടുത്താലേ പറ്റത്തുള്ളൂ. സോ ഈ മീഥൈൽ ഗ്രൂപ്പാണ് ഇവിടെ പോയി ബോണ്ട് ഫോം ചെയ്ത് നമുക്ക് ടോളുവീൻ കിട്ടുന്നത് പ്ലസ് HCl ആയിട്ട്. ഓക്കെ, ഇതാണ് ഇത്രയുള്ള റിയാക്ഷൻ. ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെ ബെൻസീനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഇവിടുത്തെ ഇലക്ട്രോഫൈലാണ് CH3+. ദാറ്റ്സ് വൈ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുവാണ്. ഓക്കെ, ഒരിക്കലും ഇവിടെ ആഡ് ചെയ്യപ്പെടുകയല്ല. ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഡബിൾ ബോണ്ട് ഒക്കെ ആസ് സച്ച് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ കിട്ടുന്ന പ്രോഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആണ്, അഡീഷൻ പ്രോഡക്റ്റ് അല്ല. സെയിം ടൈപ്പ് റിയാക്ഷൻ ആണ് ഫ്രീഡൽ ക്രാഫ്റ്റ്, സെയിം ടൈപ്പ് റിയാക്ഷൻ ആണ്. പക്ഷെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റിൽ ഒരു വ്യത്യാസമുണ്ട്. സെയിം റിയേജന്റ് ആണ്, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസക്തിയിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. പക്ഷെ ഇവിടെ നടക്കുമ്പോൾ ഒരു ആൽക്കൽ ഗ്രൂപ്പിനെ അല്ല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഒരു അസൈൽ ഗ്രൂപ്പിനെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ റിയാക്ഷന് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയുന്ന ഒരു പേര് വരുന്നത്. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. എന്താണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ പറയുന്നത്? ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ബെൻസീൻ എടുക്കുക, അതിന് ഏതെങ്കിലും ആസിഡ് ക്ലോറൈഡോ അല്ലെങ്കിൽ അതിന് എന്താണ് പറയുന്നത് ഒരു അൺഹൈഡ്രേറ്റിന്റെ പ്രസൻസിൽ അസറ്റിക് അൺഹൈഡ്രേറ്റ് പോലുള്ള ഏതെങ്കിലും അൺഹൈഡ്രേറ്റ് അതുമായിട്ട് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു അസൈൽ ഗ്രൂപ്പിനെ നമുക്ക് ബെൻസീനിലേക്ക് ആഡ് ചെയ്യപ്പെടാം. മീൻസ് ഇവിടുത്തെ ഇലക്ട്രോഫൈലാണ് CH3COO+, കാർബണിൽ പോസിറ്റീവ് ചാർജ്. ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആസിഡ് ക്ലോറൈഡ് അസൈൽ ക്ലോറൈഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു അസറ്റിക് അൺഹൈഡ്രേറ്റ് പോലുള്ള അൺഹൈഡ്രേറ്റ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു അസിഡിക് അൺഹൈഡ്രേറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു അസിഡിക് ഹാലൈഡ് എടുക്കുക. അസിഡിക് ഹാലൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പം ഇതാണ് നമ്മൾ എപ്പോഴും ഇവിടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ആസിഡ് എന്ന് എപ്പോഴും പറയുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിന്റെ ആസിഡാണ്, കാർബോക്സിലിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ അസിഡിക് ഹാലൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്തിലെ OH മാറ്റി കഴിഞ്ഞ് ഒരു ഹാലൈഡ്, ഇപ്പം CH3OH മാറ്റിയിട്ട് CL എടുത്ത് കഴിഞ്ഞാൽ ഇതൊരു അസിഡിക് ഹാലൈഡ് ആയി. ഓക്കെ, ആ OH ഗ്രൂപ്പ് മാറ്റിയിട്ട് CL വന്നു കഴിയുമ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ ഫോർ അസിഡിക് ഹാലൈഡ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൻസീൻ എടുക്കുക, ഈ അസിഡിക് ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ കണ്ടീഷൻ, ഇവിടെ റിയേജന്റ് എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. ഓക്കെ, അതാണ് ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ്റെ അകത്ത് ഒരിക്കലും മറന്നു പോയത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിലെ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അതൊരു വെരി ഇമ്പോർട്ടന്റ് ഒരു റിയേജന്റ് ആണ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. കാരണം ഈ അലൂമിനിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലെ ഫസ്റ്റ് ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ മെക്കാനിസം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ്റെ അകത്ത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്ന റിയേജന്റ് ഒരിക്കലും മറന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്ഷനിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്? ബെൻസീൻ എടുക്കുക, പ്ലസ് ഇപ്പം ആസിഡ് ഹാലൈഡ് അസൈൽ ഹാലൈഡ് എന്നൊക്കെ പറയാം. CH3COCl ആണ്. ഓക്കെ, CH3COCl ഇതിന് പറയുന്നതാണ് അസറ്റൈൽ ക്ലോറൈഡ്. ഈ ആസിഡ് ക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആസിഡിന്റെ ക്ലോറൈഡ്? ഇത് അസറ്റിക് ആസിഡ് CH3COOH എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡിൽ നിന്ന് OH പോയിട്ടാണ് CL വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അസറ്റൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അസറ്റൈൽ ക്ലോറൈഡ് ആണ് ഈ ഒരു അസൈലേഷൻ, ഈ ഒരു ഇലക്ട്രോഫൈൽ ഫോം ചെയ്യാനുള്ള ഒരു റിയേജന്റ്. ഇപ്പൊ വേറെ ഒരു റിയേജന്റ് പറയാൻ പറഞ്ഞാൽ അസറ്റിക് അൺഹൈഡ്രേറ്റ് എടുക്കാം. ഓക്കെ, CH3CO O. അപ്പൊ ഈ രണ്ട് റിയേജന്റ് യൂസ് ചെയ്താലും ഓറാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും രണ്ട് റിയേജന്റിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഓറാണ്. ഈ രണ്ടിലെ അസൈൽ ഗ്രൂപ്പിനെ അല്ലെ അസൈൽ ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. പക്ഷെ ഇവിടുത്തെ ആരോടെ മേളിൽ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് മസ്റ്റ് ആണ്. ഓക്കെ, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യണം. ഓക്കെ, ബെൻസീൻ എടുക്കുക, ഒന്നുകിൽ അസറ്റൈൽ ക്ലോറൈഡോ അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രൈഡോ. ഇതിന്റെ പേരാണ് അസറ്റിക് അൺഹൈഡ്രൈഡ്. ഓക്കെ, അൺഹൈഡ്രൈഡ് അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അസറ്റോഫീനോൺ. എന്താണ് ഇവിടുത്തെ പ്രോഡക്റ്റ്? C double bond OCH3.
OCH3 അല്ല CH3. ഓക്കെ, ഇവിടുത്തെ പ്രോഡക്റ്റ് എന്താണ് കിട്ടുന്നത്? അസറ്റോഫീനോൾ. എന്താണ്? അസറ്റോഫീനോൾ. ഇത്രയും ഗ്രൂപ്പ് C∪CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അസറ്റോഫീനോൾ. അപ്പൊ ഇത്രയേ ഉള്ളൂ 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. എന്താണ്? 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കേണ്ടത്, ഏത് റിയേജന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കേണ്ട രീതി എന്താണെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ റിയാക്ഷൻസ് ഇതേപോലെ എഴുതുക. അറ്റാക്കിംഗ് ഗ്രൂപ്പ് എഴുതുക. ഏത് ഗ്രൂപ്പാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത്, ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്ന ഏത് ഗ്രൂപ്പാണ്, അതിന്റെ പ്രോഡക്റ്റ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബെൻസീനെ എടുത്ത് അസറ്റിക് ക്ലോറൈഡ് അല്ലെങ്കിൽ അസറ്റിക് അൻഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ദ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ ഈ റിയാക്ഷൻ നടക്കും. ഹീറ്റ് കണ്ടീഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അസൈൽ ഗ്രൂപ്പ്, ഇതിനെ പറയുന്നതാണ് അസൈൽ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പാണ് അസൈൽ ഗ്രൂപ്പ്. അസൈൽ ഗ്രൂപ്പ് പോയി ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അസറ്റോഫീനോൾ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിളി ഇത്രയേ ഉള്ളൂ 5 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ സിമ്പിളി ചിലപ്പോൾ മിക്കവാറും ഓരോ എക്സാമ്പിൾ ചോദിക്കാം. എന്താണ്, എങ്ങനെയാണ് ഒരു നൈട്രോ ബെൻസീൻ സിന്തൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോറോ ബെൻസീൻ എങ്ങനെ സിന്തൈസ് ചെയ്യാം, അല്ലെങ്കിൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് എങ്ങനെ സിന്തൈസ് ചെയ്യാം, എങ്ങനെ ഒരു ടൊളുവീൻ എങ്ങനെ സിന്തൈസ് ചെയ്യാം, എങ്ങനെ അസിറ്റോഫീനോൾ സിന്തൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക. റിയാക്ഷൻ, അറ്റാക്കിംഗ് ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് പ്രോഡക്റ്റ് കൂടെ. ഓക്കെ, നമുക്ക് ഇവിടെ എല്ലാത്തിൻ്റെ പ്രോഡക്റ്റ് കൂടെ എഴുതും. ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നൈട്രോ ബെൻസീൻ ആണ്. ഓക്കെ, NO2. ഇവിടെ കിട്ടുന്നത് ക്ലോറോ ബെൻസീൻ. പിന്നെ ഇതിന്റെ പൊസിഷൻ ഒരു കുഴപ്പമില്ല കേട്ടോ. എവിടെ എഴുതി കഴിഞ്ഞാലും പൊസിഷൻ 1 തന്നെ, ഒറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ഉള്ളൂ. ഇവിടെ ബെൻസീൻ സൾഫോണിക് ആസിഡ് SO3H. ഇവിടെ ഒരു ആൽക്കൽ ഗ്രൂപ്പ്, ഏതെങ്കിലും ആൽക്കൽ ഗ്രൂപ്പ്, ഒന്നുകിൽ 6 എന്ന് കൊടുക്കാം. ഇപ്പൊ ടൊളുവീൻ ആണ് വേണ്ടെന്നുള്ള 6 ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഏത് ആൽക്കൽ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ടൊളുവീൻ ആണ് വേണ്ടതെങ്കിൽ CH3. ഇവിടെ അസറ്റോഫീനോൾ, അസ്റ്റൈൽ ഗ്രൂപ്പിനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ C∪CH3. ഓക്കെ, നൈട്രോബെൻസീൻ, ക്ലോറോബെൻസീൻ, ബെൻസീൻ സൾഫോണിക് ആസിഡ്, ടൊളുവീൻ, അസറ്റോഫീനോൾ, ഇത്രയും പ്രോഡക്ട്സ് നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഇവിടെ കിട്ടി. ഇനി നമ്മൾ മെയിനായിട്ട് ഒരു റിയാക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പ്ലെന്റി ഓഫ് റിയേജന്റ് യൂസ് ചെയ്യുന്ന വിചാരിക്കും. ഇപ്പോൾ ഒരു റിയേജന്റ് ഇപ്പോൾ പർട്ടിക്കുലർ എമൗണ്ട് എടുക്കും. ഇപ്പോൾ ബെൻസീൻ അല്ല എടുത്തിട്ട് പർട്ടിക്കുലർ എമൗണ്ട് റിയേജന്റ് ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ റിയാക്ഷൻ മോണോസബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം വിചാരിക്കും, നിങ്ങളിപ്പോൾ ഒരു കണക്കില്ലാതെ പ്ലെന്റി ഓഫ് റിയേജന്റ് യൂസ് ചെയ്യും. ഇപ്പം ബെൻസീനെ ക്ലോറിനേഷൻ ചെയ്യുക. ഓക്കെ, ബെൻസീനെ ഇപ്പം നിങ്ങൾ ക്ലോറിനേഷൻ ചെയ്യുക. ബെൻസീനെ ക്ലോറിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിവിടെ ഒരു മോളിക്കൂൾ Cl2 മതി. ഒരു മോളിക്കൂൾ Cl2 ആകുമ്പോഴത്തേന് ഒരു Cl പോയിട്ട് അവിടെ Cl+ ജനറേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു റിയാക്ഷൻ നടക്കാൻ അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങളിവിടെ 6 Cl2 മീൻസ് പ്ലെന്റി ഓഫ് സ്റ്റാർട്ടർ റിയേജന്റ് നിങ്ങൾ യൂസ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അൻഹൈഡ്രസ് AlCl3. ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം നോക്കി മനസ്സിലാവും. ഈ കേസും സൾഫോണേഷൻ്റെ കേസിലും നൈട്രേഷൻ്റെ കേസ് മാത്രമേ ഉള്ളൂ നമ്മൾ അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് യൂസ് ചെയ്തത്. ബാക്കിയുള്ള 3 കേസ്, 1, 2 ഫീൽഡ് ക്ലാസ് റിയാക്ഷൻ, പിന്നെ ഒരു ക്ലോറിനേഷൻ റിയാക്ഷനിലെല്ലാം നമ്മൾ അൻഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ്, ഇതൊരു ലൂയിസ് ആസിഡാണ്. ഓക്കെ, ലൂയിസ് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്ലെന്റി ഓഫ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്ത് ക്ലോറിൻ വളരെ അധികം യൂസ് ചെയ്ത് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. ഇത് പിന്നെ കോൾഡ് കണ്ടീഷനിലാണ് നടക്കുന്നത് റിയാക്ഷൻ. ഏതെങ്കിലും ഒരു ഡാർക്ക് റൂമിലോ അല്ലെങ്കിൽ ഡാർക്ക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു സൂര്യപ്രകാശം കടക്കാത്ത ഒരു റൂമിലോ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് വേണം റിയാക്ഷൻ നടക്കാൻ. അപ്പോൾ സംഭവിക്കുന്നത് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്ത് C6H6 അല്ലേ, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് C6Cl6 ഉള്ള 6 ഹൈഡ്രജനെ ക്ലോറിൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. ഹെക്സാക്ലോറോബെൻസീൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സക്സസ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തൊരു ക്ലോറിൻ ബെൻസീനെ ഫുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ക്ലോറിൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലെന്റി ഓഫ് ക്ലോറിൻ എടുക്കുക, ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ ദ പ്രോസസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ്. പക്ഷേ കോൾഡ് കണ്ടീഷനിലായിരിക്കണം. കോൾഡ് ആൻഡ് ഡാർക്ക് കണ്ടീഷനിൽ ഈ റിയാക്ഷൻ നടക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഫുള്ളി എക്സാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ക്ലോറോ ബെൻസീൻ നിങ്ങൾക്ക് കിട്ടും, എക്സാ ക്ലോറോ ബെൻസീൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക് റിയാക്ഷൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കട്ടെ എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. എങ്ങനെ നിങ്ങളൊരു റിയേജന്റിൽ എടുക്കുന്നത്, ഈവൻ ഒരു നൈട്രേഷൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ മിക്സർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിയാക്ഷൻ നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് ഒരു ഇലക്ട്രോഫൈൽ എന്ന് പറയുന്ന NO2 ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ ഇവിടെ CH3Cl ഒരു ആൽക്കൈൽ ഹാലൈഡ് യൂസ് ചെയ്യുന്നത്. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് Cl എന്ന് പറയുന്ന ഒരു
സോറി, ഇവിടുത്തെ റിയേജന്റ് എന്താണ് യൂസ് ചെയ്യുന്നത്? ക്ലോറിൻ ആണ്. ഓക്കെ, ക്ലോറിനേഷൻ്റെ അകത്തിൽ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന റിയേജന്റ്? Cl2 ആണ് യൂസ് ചെയ്യുന്നത്. Cl2 അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അലുമിനിയം ക്ലോറൈഡ് എങ്ങനെയാണ് നിങ്ങളുടെ Cl2 നിന്ന് Cl+ എന്ന് പറയുന്ന ഒരു ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യാൻ കാരണം വന്നാൽ എന്തുകൊണ്ടാണ് അലുമിനിയം ക്ലോറൈഡ് അവിടെ യൂസ് ചെയ്യുന്നത്? പിന്നെ സൾഫോണിക് ആസിഡിന്റെ കേസിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നത്? പിന്നെ ഫീൽഡ് ക്ലാസ് അസൈലേഷന്റെ കേസിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കാർബണൈൽ പോസിറ്റീവ് ചാർജുള്ള ഗ്രൂപ്പിനെ എങ്ങനെ നിങ്ങൾ ജനറേറ്റ് ചെയ്യും എന്നുള്ളത്, അല്ലെ അവിടെ അൻഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിന്റെ ആവശ്യകത എന്താണെന്നൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ മെക്കാനിസത്തിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പം മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്ക് നമുക്ക് പോകേണ്ടത്. മെക്കാനിസം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ജനറലൈസ് ആക്കി നമുക്ക് എഴുതാൻ പറ്റും. കാരണം എല്ലാം ഒരുമാതിരി സെയിം റിയാക്ഷൻസ് ആണ്. എല്ലാ മെക്കാനിസം ഫോളോ ചെയ്യുന്ന 3 സ്റ്റെപ്പിലേക്കാണ്. ആദ്യം ഒരു ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യണം, എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോന്നിന്റെ കേസിൽ ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യണം. അത് കഴിയുമ്പോഴത്തേന് ഫോം ചെയ്യുന്നത് ഈ ഇലക്ട്രോഫൈൽ ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക്, ഇലക്ട്രോഫൈൽ ബെൻസിറിംഗിലേക്ക് ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. ആ കാർബോകാറ്റോൺ കാരണം അതിന്റെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ ബെൻസീൻ വളരെ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്കും അതിന്റെ അരോമാറ്റിസിറ്റിക്ക് മാത്രം ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പം നമ്മളിപ്പോ ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വീണ്ടും ഇവിടെ അരോമാറ്റിസിറ്റി ഇവിടെ റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും ഫുൾ കംപ്ലീറ്റ് സർക്കിൾ ഇടുന്നത്. മീൻസ് അരോമാറ്റിസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സർക്കിൾ അവിടെ ഇടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഇന്റർമീഡിയറ്റ് വരുമ്പോഴത്തേക്ക് ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാർബോകാറ്റോൺ കാരണം അതിന്റെ അരോമാറ്റിസിറ്റി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീണ്ടും ബെൻസീൻ ഒരു പ്രോട്ടോൺ പോയിട്ട് വീണ്ടും ഒരു അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബെൻസീനിലൊക്കെ ഇതേപോലത്തെ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോഴത്തേനും മെയിൻലി 3 സ്റ്റെപ്പിലൂടെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് ഇലക്ട്രോഫൈലിന്റെ ജനറേഷൻ. സെക്കൻഡ് എന്ന് പറയുന്നത് ബെൻസീൻ റിംഗിൽ ഒരു കാർബോകാറ്റോണിന്റെ ഫോർമേഷൻ. മീൻസ് ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും ബെൻസീൻ റിംഗിൽ ഒരു കാർബണിലേക്ക് പോസിറ്റീവ് ചാർജ് വരും. ആ പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്തുകൊണ്ട് അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടി അഡ്ജസന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹൈഡ്രജൻ റിമൂവ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട ഡിസൈഡ് പ്രോഡക്റ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ റിയാക്ഷൻ പോകുന്നത് എന്നുള്ളത് മെക്കാനിസം എഴുതി ഓരോ കേസിലും ഈച്ച് കേസിൽ എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നതൊക്കെ പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, മെയിൻലി ഇതിന്റെ മെക്കാനിസം 3 സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങനെയാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതിനുള്ള മെക്കാനിസം 3 സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നാണ്, ഫസ്റ്റ് ആണ് എങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ജനറേറ്റ് ചെയ്യുന്നത്. ഈ 5 കേസിലും അല്ലെങ്കിൽ നൈട്രേഷൻ ക്ലോറിനേഷൻ ഒക്കെ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു നൈട്രോണിയം അയോൺ അല്ലെങ്കിൽ ക്ലോറോണിയം അയോൺ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോഫൈൽ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സ്റ്റെപ്പാണ് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. സെക്കൻഡ് സ്റ്റെപ്പാണ് കാർബോകാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ. ഓക്കെ, മീൻസ് ഇപ്പൊ ഇലക്ട്രോഫൈൽ ജനറേറ്റ് ആക്കിയ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബെൻസിലേക്ക് ഡയറക്റ്റ് പോയി ഈ കാർബോകാറ്റോൺ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കാർബോകാറ്റോൺ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഏതൊരു ഒരു പൊസിഷനിൽ പോയി കാർബോകാറ്റോൺ പോയി അറ്റാക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, നെഗറ്റീവ് ചാർജ് ഉള്ള പൊസിഷനിൽ പോയി കാർബോകാറ്റോൺ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ബെൻസീൻ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. അപ്പോൾ നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അവിടെ ഇലക്ട്രോൺ റിച്ച് ആണ്. ഇലക്ട്രോൺ റിച്ച് ആയിട്ട് പൊസിഷനിലോട്ട് ഇലക്ട്രോഫൈൽ വന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് പറയേണ്ട ആവശ്യം എന്തുവാ, ഈ ഒരു 2 കാർബൺ ഇടയിലുള്ള ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ കാർബൺ ഓൾമോസ്റ്റ് പോസിറ്റീവ് ചാർജ് വരും. എങ്ങനെയാണ് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നെഗറ്റീവ് ചാർജും വരും, ഇവിടെ പോസിറ്റീവ് ചാർജും വരും. അപ്പോൾ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ് സെന്ററിലേക്കാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈ ഇലക്ട്രോൺ ഫൈൽ അറ്റാക്ക് കാർബോകാറ്റോൺ ഫോർമേഷൻ. ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബെൻസീനിലേക്ക് ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്യും. ആ ബെൻസീനിലെ ഒരു കാർബൺ പോസിറ്റീവ് ചാർജ് ലഭിക്കും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. എല്ലാ കാർബണിലും ഹൈഡ്രജൻ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. എല്ലാ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും, ഈ കാർബോകാറ്റോണിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി കാർബൺ കാറ്റോൺ അവിടെ ഉള്ളിടത്തോളം കാലം അവിടെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെടും. എങ്ങനെ അരോമാറ്റിസിറ്റി നഷ്ടപ്പെടുന്നത്, ഇവിടെ ഇപ്പോൾ 2 ഇലക്ട്രോണേ ഉള്ളൂ. ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമല്ല 3 ഡബിൾ ഉണ്ടെങ്കിൽ മാത്രമല്ല അരോമാറ്റിസിറ്റി കംപ്ലീറ്റ് ആവും എന്നൊക്കെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്കും അവിടെ 3 ഡബിൾ ബോണ്ട് വരികയും ആ ഒരു അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുകൊണ്ട് ഇതാണ് സിമ്പിളി നടക്കുന്നത്. ഫസ്റ്റ് കാർബോകാറ്റോൺ ഇലക്ട്രോഫൈൽ ഫോം ചെയ്യും. ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും കാർബോകാറ്റോൺ ഫോം ചെയ്യും ബെൻസീനിൽ. പിന്നെ ആ കാർബോകാറ്റോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ഹൈഡ്രജൻ പോകുമ്പോഴത്തേന് വാലൻസി എല്ലാം സാറ്റിസ്ഫൈ അവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീൻ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോന്നും പോകാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം എങ്ങനെയാണ് ഈച്ച് കേസിലും ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1
ഈച്ച് കേസിൽ എങ്ങനെ ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്ന നോക്കുക. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് ഇവിടെ 2-3 ടുഗദറായിട്ട് പഠിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ 3 കേസിൽ, ക്ലോറിനേഷന്റെ കേസിലും ആൽക്കൈലേഷന്റെ കേസിലും അസൈലേഷന്റെ കേസിലും നമ്മളിവിടെ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് യൂസ് ചെയ്യുന്നത്? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. AlCl3 എല്ലാം അൺഹൈഡ്രസ് ആണ്. ഓക്കെ, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്, എല്ലായിടത്തും അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം. ഈച്ച് കേസിലും ഓൾമോസ്റ്റ് സിമിലർ മെക്കാനിസമാണ്. എന്താണ്? ഓൾമോസ്റ്റ് സിമിലർ മെക്കാനിസമാണ് എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പൊ ക്ലോറിനേഷന്റെ കേസിൽ എങ്ങനെ നമുക്ക് Cl+ കിട്ടും അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ ഫോം ചെയ്ത് നോക്കാം. ക്ലോറിനേഷന്റെ കേസിൽ ഇതാണ് സംഭവിക്കുന്നത്. എന്ത്? നമ്മൾ എടുക്കുന്ന റീജന്റ് Cl2 ആണല്ലോ. ഓക്കെ, Cl2 എടുക്കുന്നുണ്ട്. ബെൻസീൻ പ്ലസ് Cl2 എന്നാണ് റിയാക്ഷൻ. അപ്പൊ ഇവിടുത്തെ അടുത്ത റിയേജന്റ് AlCl3, അൺഹൈഡ്രസ് AlCl3. നമ്മളിപ്പോൾ ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്ന റിയാക്ഷൻ മാത്രമാണ് എഴുതുന്നത്, അല്ലാതെ ബെൻസീന്റെ ഡയറക്റ്റ്. ഇപ്പൊ ഒരു റിയാക്ഷൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്, ക്ലോറോബെൻസീൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ് ചോദിക്കുന്നത്, ഡയറക്റ്റ് ബെൻസീൻ പ്ലസ് Cl2 ഗിവ്സ് ക്ലോറോബെൻസീൻ നിങ്ങൾക്ക് എഴുതാം ഇൻ ദ പ്രസൻസ് ഓഫ് അലുമിനിയം ക്ലോറൈഡ്. പക്ഷെ എങ്ങനെയാണ് ഇതിന്റെ അതിൽ കാർബോകാറ്റൈൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ കൂടെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഈ ഒരു Cl AlCl3 എടുത്തിട്ട് ഈ Cl ഈ ബോണ്ടുമായിട്ടാണ് AlCl3യിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്, ഇവിടുത്തെ ഈ ബോണ്ട് പോകുമ്പോഴത്തേന് ഈ ഷെയർ ചെയ്തിരിക്കുന്ന ബോണ്ട് Cl ഷെയർ ചെയ്തിരിക്കുന്ന ബോണ്ടിൽ ഒരു Cl ഈ ബോണ്ടുമായിട്ട് പോകുമ്പോഴത്തേന് ഈ Cl പോസിറ്റീവ് ചാർജും കിട്ടും, പ്ലസ് AlCl4 മൈനസ് ഒരു Cl3 പ്ലസ് 1 more Cl. അപ്പോൾ AlCl4 മൈനസ് എന്ന് പറയുന്ന ചാർജ് അവിടെ കിട്ടും. ഓക്കെ, AlCl4. അതാണ് ഫസ്റ്റ് ക്ലോറിനേഷന്റെ കേസിലെ ഇലക്ട്രോഫൈൽ ഫോർമേഷൻ. സെയിം മെക്കാനിസമാണ് ആൽക്കലേഷന്റെ കേസിലും അസൈലേഷന്റെ കേസിലും. ഓക്കെ, അപ്പൊ ക്ലോറിനേഷന്റെ കേസിൽ ഇങ്ങനെയാണ് Cl എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ ഫോം ആണെന്ന് എനിക്ക് മനസ്സിലായി. സെക്കൻഡ് കേസ് ആൽക്കൈലേഷൻ നോക്കാം. ആൽക്കൈലേഷൻ സെയിം മെക്കാനിസം ആണ്. ആൽക്കൈലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആൽക്കൽ, ഇപ്പൊ മീതൽ അല്ലെങ്കിൽ ഈതൽ എന്ന് പറയുന്ന ഒരു കാർബോകാറ്റൈൻ ആണ് നമുക്ക്, അല്ല ഒരു ഇലക്ട്രോഫൈൽ ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എടുത്ത റിയേജന്റ് എന്തായിരുന്നു? ഫിഡൽ കാപ്സ് ആൽക്കൈലേഷൻ എടുത്ത റിയേജന്റ് ആണ് എന്താണ്? ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അപ്പൊ ആൽക്കൈൽ ഹാലൈഡ് എടുത്തു കഴിഞ്ഞാൽ CH3, ഇപ്പം ടൊളുവിനാണ് നമുക്ക് വേണ്ടതെങ്കിൽ CH3Cl, ഇതാണ് ഇവിടെ എടുത്ത ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് AlCl3. ഓക്കെ, സെയിം മെക്കാനിസം ആണ് ഇവിടെ നടക്കുന്നത്. ഈ Cl വിത്ത് ഇലക്ട്രോൺസ്, ഈ CH3 ആയിട്ട് അല്ലെങ്കിൽ കാർബണുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണുമായിട്ടാണ് Cl പോയിരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് CH3ക്ക് പോസിറ്റീവ് ചാർജും വരും, പ്ലസ് AlCl4 മൈനസ്. ഓക്കെ, എന്താണ് മൈനസ് വരാൻ കാരണം? ക്ലോറിൻ ഇലക്ട്രോണുമായിട്ടാണ് വന്നത്. സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ അകത്തോട്ട് ക്ലോറിൻ ഇലക്ട്രോണായിട്ട് വന്നപ്പോഴത്തേന് അവിടെ നെഗറ്റീവ് ചാർജ് വന്നു. ഇതുകൊണ്ടാണ് ഇവിടെ നമ്മൾ AlCl3 യൂസ് ചെയ്യാൻ കാരണം. എന്താണ്? AlCl3 ആണ് ഈ ക്ലോറിനെ എടുത്തുകൊണ്ട് ഇവിടെ ഇലക്ട്രോഫൈല് ഫോം ചെയ്യാൻ സഹായിച്ചത്. സെയിം മെക്കാനിസമാണ് അസൈലേഷന്റെ കേസിൽ. ഓക്കെ, അസൈലേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇവിടെ അസ്റ്റൈൽ ക്ലോറൈഡ് എടുക്കാം. ഓക്കെ, അസ്റ്റൈൽ ക്ലോറൈഡിൽ നിന്നാണ് നമുക്ക് ഇവിടുത്തെ അസൈൽ ഗ്രൂപ്പ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, CH3 C ഡബിൾ ബോണ്ടോ Cl. നമ്മളിപ്പോൾ CH3COCl എഴുതുമ്പോൾ സ്ട്രക്ചർ കറക്റ്റ് C ഡബിൾ ബോണ്ടോ Cl ആണ്. ഓക്കെ, പ്ലസ് AlCl3 ഇവിടെയും. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ക്ലോറിൻ ഇലക്ട്രോണുമായിട്ടാണ് AlCl3 എടുക്കുന്നത്. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 കാർബണുമായിട്ട് ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോൺസ് പോകുമ്പോഴത്തേക്ക് കാർബണിന്റെ പോസിറ്റീവ് ചാർജ് പ്ലസ് AlCl4 മൈനസ്. ഓക്കെ, AlCl4 മൈനസ് നമുക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ അസൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു കാർബോകാറ്റൈനും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 3 കേസിൽ, ക്ലോറിനേഷന്റെ കേസിൽ അല്ലെങ്കിൽ ഫിഡൽ കേസ് ആൽക്കലേഷന്റെ കേസിൽ അസൈലേഷന്റെ കേസിൽ, 3 കേസിലും മെക്കാനിസം സെയിം ആണ്. ഓക്കെ, മെക്കാനിസം ഓൾമോസ്റ്റ് സെയിം ആണ്. ക്ലോറിനെ AlCl3 എടുത്തിട്ട് AlCl4 ആവുകയും ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കേസിലും ഓരോ ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ, ഈ 3 കേസിലും എങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനിയുള്ള കേസ് നമുക്ക് പഠിക്കാനുള്ള നൈട്രേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നത്. അവിടെ നമ്മൾ പഠിച്ചു ഏത് റിയേജന്റാണ് യൂസ് ചെയ്യുന്നത്. ഒരു നൈട്രേറ്റ് മിക്സർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിക്സർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് നൈട്രിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ നൈട്രേഷൻ നടക്കണമെങ്കിൽ ജസ്റ്റ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്താൽ പോരെ, നൈട്രിക് ആസിഡിൽ നിന്ന് NO2 കിട്ടില്ലേ, NO2+ എന്തുകൊണ്ട് നൈട്രിക് ആസിഡിൽ നിന്ന് കിട്ടിക്കൂടാ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം. ആക്ച്വലി ഈ നൈട്രിക് ആസിഡിൽ നിന്ന് NO2+ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന് കിട്ടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു അസിസ്റ്റിംഗ് റിയേജന്റ് ആയിട്ടുള്ള എന്താണ് യൂസ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ നൈട്രിക് ആസിഡിന്റെ മിക്സറിൽ നിന്നാണ്, അത് രണ്ടും കൂടെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്
നൈട്രോണിയം അയോൺ എന്ന് പറയുന്ന ഇലക്ട്രോഫൈൽ കിട്ടുന്നത്. നൈട്രോണിയം അയോൺ എന്ന് പറയാൻ കാരണം എന്താ, നൈട്രോണിയം അയോൺ ആണ്, NO2+നെയാണ് നൈട്രോണിയം അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നൈട്രോണിയം അയോൺ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈലിൽ ഈ നൈട്രോണിയം അയോൺ ഫോം ചെയ്യാൻ സഹായിക്കുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, അതിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മിക്സ്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് മീൻസ് നൈട്രേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് മിക്സ്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് നിന്ന് നൈട്രിക് ആസിഡ് നിന്ന് എങ്ങനെ നമുക്ക് നൈട്രോണിയം അയോൺ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നൈട്രേഷൻ്റെ കേസ് നമുക്ക് നോക്കാം. ഇവിടെ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ നൈട്രോണിയം അയോൺ. ഓക്കെ, അപ്പം നമുക്ക് നോക്കി എങ്ങനെയാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സൾഫ്യൂരിക് ആസിഡ് എഴുതാം. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല എന്താണ്, H2SO4. നമുക്ക് ഇങ്ങനെ എഴുതാം, H2SO4. കറക്റ്റ് അല്ലേ? 2 H കൊണ്ട് 4 ഓക്സിജനും 1 സൾഫറും. ഈ നമുക്ക് എങ്ങനെ വേണം എഴുതാം, നമ്മുടെ റിയാക്ഷൻ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഒക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് നൈട്രിക് ആസിഡ് എങ്ങനെ എഴുതാൻ നോക്കാം. NO3 അല്ലേ, NO2 2 3. ഓക്കെ, സോറി ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് പ്ലസ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിൻ്റെ ഫോർമുല എന്താണ്, HNO3. ഓക്കെ, HNO3. ഇത് H2SO4 തന്നെയാണ്, തെറ്റിപ്പോയത്, സെയിം ആണ്. ഇത് HNO3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ബേസിക്കലി ഇവിടെ നടക്കേണ്ട റിയാക്ഷൻ എന്താണെന്നുള്ളത്, എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ നൈട്രിക് ആസിഡിനെ സഹായിക്കുന്നത് നൈട്രോണിയം അയൺ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇത് സെയിം ആണെന്നാണ് ഇട്ടേക്കുന്നതിൻ്റെ സൈൻ. ഓക്കെ, ഇത് എഴുതണമെന്നില്ല, നിങ്ങൾ റിയാക്ഷൻ എഴുതുമ്പോൾ ജസ്റ്റ് ഈ ലൈൻ മാത്രം എഴുതിയാൽ മതി. ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ എന്ന് പറയുന്ന ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടൊരു ആറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിജൻ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ഈ SO ബോണ്ട്, ഈ ഒരു ബോണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ ഡയറക്റ്റ് ആയിട്ട് ഓക്സിജനിലേക്കാണ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. ഓക്സിജൻ എന്ന് പറയുന്ന ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബോണ്ടിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു H+ ആയിട്ട് നിൽക്കും. ഓക്കെ, Oയ്ക്കും ഹൈഡ്രജനും ഇടയിലുള്ള ബോണ്ടിനെ ഓക്സിജൻ ഫുള്ളി ഇങ്ങോട്ട് വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേന് H+ ആയിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഓക്സിജൻ ഈ ഒരു H+നെ ഇങ്ങെടുക്കും. ഓക്കെ, ആ ഒരു ഓക്സിജൻ, ഈ ഒരു നൈട്രിക് ആസിഡിലെ ഓക്സിജൻ സൾഫ്യൂരിക് ആസിഡിലെ H റിങ് എടുത്തിട്ട് എന്ത് ഫോം ചെയ്യും, HO NO2 H. എന്തായി സംഭവിച്ചു, സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഒരു ഹൈഡ്രജനെ നൈട്രിക് ആസിഡിന് കൊടുത്തു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ്. പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ്. എന്തുകൊണ്ടാണ് പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ് എന്ന് പറയാൻ, പ്രോട്ടോൺ അഥവാ H+. പ്രോട്ടോൺ നമ്മൾ വേറൊരു രീതി പറയുന്നതാണ് H+. ഓക്കെ, അപ്പം സൾഫ്യൂരിക് ആസിഡ് ഒരു പ്രോട്ടോണിനെ വിട്ടുകൊടുത്തിട്ട് നൈട്രജനെ പ്രോട്ടോണേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നൈട്രോണിയം അയോൺ എന്ന് പറയുന്ന നമ്മുടെ ഇലക്ട്രോഫൈൽ കിട്ടുന്നത്, +NO2+. അപ്പം സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് നൈട്രേറ്റ് മിക്സറിൽ നൈട്രോണിയം ഫോം ചെയ്യുന്നത് മനസ്സിലായല്ലോ. നമുക്ക് പ്രോട്ടോണേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് നൈട്രോണിയം അയൺ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നൈട്രിക് ആസിഡിനെ പ്രോട്ടോണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സൾഫ്യൂരിക് ആസിഡ്, മിക്സർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രീവിയസ് വീഡിയോസിലൊരു വീഡിയോ പറഞ്ഞിരുന്നു, എന്താണ് ഒരു ആസിഡ്, പ്രോട്ടോണിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള ഏതൊരു കോമ്പൗണ്ടിനെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും എല്ലാവരും സ്ട്രോങ് ആസിഡാണ്. പക്ഷേ ഈ കേസിൽ പ്രോട്ടോണിനെ വിട്ടുകൊടുക്കുന്നതാണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയ സാധനം എന്താണ്, സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് മിക്സ് ചെയ്യുമ്പോഴത്തേന് സൾഫ്യൂരിക് ആസിഡ് ഒരു പ്രോട്ടോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഒരു ഓക്സിജന്റെ ലോൺ പെയർ ഈ ഒരു H+ ഇങ്ങ് എടുക്കും. അപ്പൊ Hന് ആ ഒരു ലോൺ പെയർ കൊടുത്തു, അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന ഓക്സിജൻ എന്ത് ചാർജ് കിട്ടും, പോസിറ്റീവ് ചാർജ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഒരു പ്രോട്ടോൺ കിട്ടി, നൈട്രിക് ആസിഡ് ഒരു H+ എടുത്തപ്പോൾ അതിന് പ്രോട്ടോണേഷൻ സംഭവിച്ചു. സൾഫ്യൂരിക് ആസിഡ് എന്താണ് സംഭവിച്ചത്, ഡീപ്രോട്ടോണേഷൻ. തെറ്റിപ്പോയത്, പ്രോട്ടോണേഷൻ ഡീപ്രോട്ടോണേഷൻ. ഓക്കെ ഓക്കെ, അപ്പം സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡിന് ഒരു പ്രോട്ടോണിനെ കൊടുത്തപ്പോഴത്തേനും നമുക്ക് പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ OL ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഒരിക്കലും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് ഒരു എലമെന്റിലൊക്കെ പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അതിന് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ബോണ്ട് ഓക്സിജൻ
ON ബോണ്ട് ഇങ്ങോട്ട് ഓക്സിജനിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ആയി നമുക്ക് എന്ത് കിട്ടും? വാട്ടർ, H2O വാട്ടർ കിട്ടും. ഈ ഒരു ബോണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോഴത്തേന് നൈട്രജൻ എന്ത് ചാർജ് വരും? ഒബ്വിയസ്ലി പോസിറ്റീവ് ചാർജ്. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? നൈട്രോണിയം അയോൺ. ഓക്കെ, എന്താണ് സംഭവിച്ചത്? നമുക്ക് എങ്ങനെയാണ് നൈട്രോണിയം അയോൺ കിട്ടിയത്? ഫസ്റ്റ് നമുക്ക് കിട്ടിയ സാധനം പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ് ആണ്. അപ്പോൾ നൈട്രിക് ആസിഡിനെ പ്രോട്ടോണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിവിടെ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, രണ്ട് സ്ട്രോങ് ആസിഡാണ് നിങ്ങൾ എടുത്തത്. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ് എടുത്തത്. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താണ് ഒരു ആസിഡ്. പ്രോട്ടോണിനെ വിട്ടുകൊടുക്കാൻ കഴിവുള്ള ഏതൊരു കെമിക്കലിനെ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ പ്രോട്ടോണിനെ വിട്ടുകൊടുത്തതാരാ? സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഈ കേസിൽ സൾഫ്യൂരിക് ആസിഡിന്റെ ആസിഡിന്റെ ജോലി തന്നെയാണ് ചെയ്തത്. പക്ഷേ നൈട്രിക് ആസിഡ് എന്താണ് ചെയ്തത്? പ്രോട്ടോണിനെ സ്വീകരിച്ചു, H+നെ സ്വീകരിച്ചു. നമ്മൾ പഠിച്ച തിയറി അനുസരിച്ചുകൊണ്ട് പ്രോട്ടോണിനെ സ്വീകരിക്കാൻ കഴിവുള്ള എല്ലാവരും ബേസസാണ്. എന്താണ്? ബേസസ്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ നൈട്രിക് ആസിഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ എക്സാമ്പിൾ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്? നൈട്രോണിയം ഫോർമേഷന്റെ റിയാക്ഷൻ മിക്സ്. ഇപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് എടുത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നൈട്രോണിയം അയോൺ അവിടെ ഫോം ചെയ്യും. ഓക്കെ, അതിനാണ് നൈട്രേറ്റ് മിക്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിക്സർ, ഈ ഒരു നൈട്രേറ്റ് മിക്സറിൽ സൾഫ്യൂരിക് ആസിഡ് ആണ് ആസിഡ് ആക്ട് ചെയ്യുന്നതും നമ്മുടെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നൈട്രിക് ആസിഡുമാണ്. ഓക്കെ, അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡിനെ പ്രോട്ടോണേറ്റ് ചെയ്ത് പ്രോട്ടോണേറ്റഡ് നൈട്രിക് ആസിഡ് വരും. അപ്പോൾ ഈ ഒരു ഓൺ പ്രോട്ടോണേഷൻ നൈട്രിക് ആസിഡിനെ പ്രോട്ടോണേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് വരുന്നു. ആ പോസിറ്റീവ് ചാർജ് കൊണ്ട് ആ ഓക്സിജൻ ഇരിക്കുന്ന പോസിറ്റീവ് ചാർജ് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഓക്സിജൻ നൈട്രജൻ ബോണ്ടിൽ നിന്ന് ഓക്സിജൻ ആ ഒരു ബോണ്ടിനെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് എടുത്ത് നൈട്രജൻ്റെ അവിടെ പോസിറ്റീവ് ചാർജ് വരും. ഫുള്ളായിട്ട് ആ ബോണ്ടിനെ ഇങ്ങനെ നൈട്രജൻ വലിച്ചു പറിച്ചിങ് എടുക്കുന്നത് കൊണ്ടാണ് നൈട്രജന് പോസിറ്റീവ് ചാർജ് വരുന്നത്. അപ്പോൾ നൈട്രോണിയം അയോൺ കിട്ടി. ഇങ്ങനെയാണ് നൈട്രേഷനിൽ എങ്ങനെ നൈട്രോണിയം അയോൺ ഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നൈട്രേഷനിലും കോറിലേഷനിലും ഫ്രിഡൽക്രാഫ്റ്റ് ആൽക്കലേഷനും അസൈലേഷനും എല്ലാം നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ കേസിൽ സൾഫോണേഷന്റെ കേസിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മെക്കാനിസം പഠിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള ഇക്വേഷൻ തന്നെ നമ്മൾ എഴുതി. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് H2SO4 ബ്രാക്കറ്റിൽ SO3 നമ്മൾ എഴുതിയായിരുന്നു ആ റിയാക്ഷനിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തിലെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്ന SO3 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഇങ്ങനെയാണ് ഇതിന്റെ ഇലക്ട്രോഫൈൽ നിൽക്കുന്നത്. ഫസ്റ്റ് SO3 ആണ് പോയി ഈ ബെൻസീൻ റിങ്ങിലായിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നത്. മീൻസ് SO3 എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഇലക്ട്രോഫൈലായിട്ട് നിന്നിട്ടാണ് ഇതാണ് പോയി ബെൻസീൻ റിങ്ങിലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജ് വരുമ്പോഴത്തേന് അത് ആ മീഡിയത്തിൽ നിന്ന് ഒരു പ്രോട്ടോണിനെയും കൂടി എടുത്ത് SO3H മാറുന്നേ ഉള്ളൂ. ഇതേപോലുള്ള ഡീറ്റെയിൽഡ് മെക്കാനിസം ഒന്നും പഠിക്കേണ്ട. അവിടെ SO3H ഗ്രൂപ്പ് അവിടെ ബെൻസീൻ റിങ്ങിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഇപ്പൊ ഈവൻ ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് SO3 ഗ്രൂപ്പാണ് പോയി ബെൻസീൻ റിങ്ങിനെ പോയി അറ്റാക്ക് ചെയ്യുന്നത്. SO3H ആയിട്ടല്ല പോകുന്നത്, SO3 ഗ്രൂപ്പാണ് പോകുന്നത്. അപ്പോൾ ഒരു ഓക്സിജൻ ഒരു നെഗറ്റീവ് ചാർജ് വരുമ്പോഴത്തേന് അത് വീണ്ടും ഒരു മോളിക്യൂൾ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ഒരു പ്രോട്ടോൺ ആസിഡാണല്ലോ സൾഫ്യൂരിക് ആസിഡ് ഒരു പ്രോട്ടോണിനെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൊടുക്കുമ്പോഴത്തേന് SO3H ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹൗ ടു ഫോം SO3 ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇലക്ട്രോഫൈൽ ജനറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് ഫോർമേഷൻ ഓഫ് കാർബോക്കേറ്റഡ് സ്റ്റെപ്പ് 2. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസത്തിൽ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. എങ്ങനെ നമുക്ക് ഇലക്ട്രോഫൈലുകളെ ജനറേറ്റ് ചെയ്തെടുക്കാം, ക്ലോറോണിയം അയോൺ നൈട്രോണിയം അങ്ങനെയുള്ള ഇലക്ട്രോഫൈലുകൾ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം നമുക്ക് കഴിഞ്ഞു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകണേ എങ്ങനെയാണ് കാർബോക്കേറ്റോൺ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പ് 2 കാർബോക്കേറ്റയോൺ ജനറേഷൻ. ഓർ കാർബോക്കേറ്റയോൺ ഫോർമേഷൻ. കാർബോക്കേറ്റയോൺ ഫോർമേഷനിൽ എന്താണ് പറയുന്നത്? നമുക്ക് ഓൾറെഡി ഒരു ഇലക്ട്രോഫൈൽ നമുക്ക് ഉണ്ടായി കിട്ടി അല്ലേ? E+ എന്ന് വെച്ചാൽ NO2+ഓ Cl+ എന്തും ആകാം. ഓക്കെ, അതുപോലെ ഈ 5 കാറ്റഗറി ഓഫ് ഇലക്ട്രോഫൈലിലെ ഏത് ഇലക്ട്രോഫൈലും ആയി. നമുക്കിനി വേണ്ടത് ഇലക്ട്രോഫൈലിന്റെ അറ്റാക്കാണ്. എങ്ങനെയാണ് ഇത് ബെൻസീൻ റിങ്ങിലേക്ക് പോയി അറ്റാക്ക് ചെയ്യുന്നത്? നമുക്ക് ബെൻസീൻ റിംഗ് ഉണ്ട് പ്ലസ് ഇലക്ട്രോഫൈൽ. ഇലക്ട്രോഫൈൽ എന്ന് വെച്ചാൽ ഏതും ആകാം. ഓക്കെ, നമുക്ക് പഠിച്ച 5 ഇലക്ട്രോഫൈലിൽ ഏത് ഇലക്ട്രോഫൈലും. ഓക്കെ, അപ്പം ഈ സ്റ്റെപ്പിലാണ് ഒരു കാർബോക്കാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഇവിടെ ഫോം ചെയ്യുന്നത്. കാർബോക്കാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു റിയാക്ഷൻ ഇന്റർമീഡിയറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു E+ന്റെ അറ്റാക്ക് മൂലമാണ് ഇവിടെ ഒരു കാർബോക്കാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സെക്കൻഡ് സ്റ്റെപ്പ് കാർബോക്കാറ്റയോൺ ഫോർമേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പായി മാറി. വൺ ഓഫ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് ഈ മെക്കാനിസത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കാർബോക്കാറ്റയോൺ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഡബിൾ ബോണ്ടിലെ ഈ പൊസിഷനിലേക്ക് ഈ ഇലക്ട്രോഫൈൽ കയറി അറ്റാക്ക് ചെയ്യുകയാണ്. ഇലക്ട്രോഫൈലോട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു കണ്ടീഷൻ വേണം. ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിലല്ല നമുക്ക് ഇലക്ട്രോഫൈൽ നെഗറ്റീവ് ചാർജ് സെന്ററുകളിലേക്കാണ് എപ്പോഴും ഇലക്ട്രോഫൈൽ പോയി അറ്റാക്ക് ചെയ്യുന്നത്. മീൻസ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാത്രമേ
ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഇതിൽ ഏത് പൊസിഷൻ ആയാലും നമുക്ക് ഈക്വലി ആണ്. മീൻസ് ഇവിടെ രണ്ടിടത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് നമ്മൾ ഏത് പൊസിഷനായിട്ട് പോലും കുഴപ്പമില്ല. അതിന് മുമ്പ് നമുക്കറിയാം എല്ലാ പൊസിഷനിലും ഓരോ ഹൈഡ്രജൻ ഉണ്ട്. C6H6 ആണല്ലോ ബെൻസീൻ. ഓക്കെ, ഇവിടെ എല്ലാ ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് പാർഷ്യലി ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. കാരണം എന്താ, ഈ രണ്ട് കാർബൺ ഷെയർ ചെയ്യപ്പെട്ട ബോണ്ടായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോണ്ട് കംപ്ലീറ്റ്ലി ഈ ഒരു കോർണറിൽ ഈ ഒരു കാർബണിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് വരുമല്ലോ, ഇവിടെ നെഗറ്റീവ് ചാർജും വരും. ആ നെഗറ്റീവ് ചാർജ് കാരണമാണ് ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഫൈൽ വന്ന് ആ പൊസിഷനിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ആ ഇലക്ട്രോൺ അങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോഴത്തേന് അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും, താഴെ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് ഉള്ളിടത്തായിട്ട് നമ്മൾ ഇലക്ട്രോഫൈൽ പോയി അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇത്രയുള്ള വ്യത്യാസം. ഇങ്ങനെ വന്നു, ഇലക്ട്രോഫൈൽ ഇവിടെ ഒന്ന് അറ്റാക്ക് ചെയ്തു, ആ H അവിടെ തന്നെ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കാർബോകാറ്റയൻ. ഓക്കെ, ഈ ഒരു കാർബോകാറ്റയൻ ഫോം ചെയ്യുന്ന റിയാക്ഷൻ സ്റ്റെപ്പ് ആയിരുന്നു കാർബോകാറ്റയൻ ഫോർമേഷൻ സ്റ്റെപ്പ് നമ്പർ 2. ഓക്കെ, ഇതിനെ നമുക്ക് അരീനിയം അയോൺ എന്ന് വിളിക്കാം. അരീനിയം അയോൺ ഓർ സിഗ്മ കോംപ്ലക്സ്. എന്തുകൊണ്ടാണ് സിഗ്മ കോംപ്ലക്സ് എന്ന് പറയാൻ കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു ബെൻസീനെ കുറിച്ച്, അല്ലെങ്കിൽ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിലുള്ള ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു. എല്ലാ ബെൻസീനിലും 6 കാർബൺ, 6 കാർബണിലെ 6 കാർബണും sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. എന്താണ് ഇത്? sp3 അല്ല, sp2 ഹൈബ്രിഡൈസ്ഡ്. മീൻസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണല്ലോ. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞുള്ള ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ബെൻസീനിലെ എല്ലാ കോർണറുള്ള കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. പക്ഷേ നമ്മുടെ അരീനിയം അയണിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ എല്ലായിടത്തും 1, 2, 3, 4 ഈ പൊസിഷനിൽ എല്ലായിടത്തും ഇവിടെയും sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. പക്ഷേ ഈ ഒരു പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ sp3 ആയി. മീൻസ് ഇവിടെ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ. ഒരു കാർബണും 1, 2, 3, 4 4 വൺസ് സാറ്റിസ്ഫൈ ആയി, എല്ലാ സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയി. മീൻസ് sp2 ആയിരുന്ന ബെൻസീൻ റിംഗിലെ ഒരു കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് റിംഗ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് ഇതിനെ സിഗ്മ കോംപ്ലക്സ് എന്ന് അല്ലെങ്കിൽ അരീനിയം അയോൺ എന്ന് വിളിക്കാൻ കാരണം. അരീനിയം അയോൺ എന്ന് വരാൻ കാരണം ഇത് കാർബോ കാറ്റയോൺ ആണ് ഫോം ചെയ്തു. കാറ്റയോൺ ആയതുകൊണ്ടാണ് അതിനെ അയോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിന്റെ അരീനിയം അയോൺ എങ്ങനെ റെസൊണൻഷ്യലി സ്റ്റേബിൾ ആയി നിൽക്കും, അല്ലെങ്കിൽ ഇതിന്റെ അരീനിയം അയോണിന്റെ മാത്രം റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് വരച്ച് നോക്കാം. ഹൗ ഇറ്റ് വിൽ ബി. റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ കാരണം ഒരു പോസിറ്റീവ് ചാർജ് ഇപ്പോൾ ഒരു കാർബണിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് സ്റ്റേബിൾ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് റെസൊണൻസിലൂടെ മാത്രമേ അതിന്റെ സ്റ്റേബിൾ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അരീനിയം അയോണിന്റെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ അരീനിയം അയോൺ. ഹൈഡ്രജൻ എല്ലാ കോർണറിലും ഉണ്ട്. ഓക്കെ, റെസൊണൻസ് വരയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അകത്തൂടെ നമുക്ക് ആരോ വരയ്ക്കാം, നമുക്ക് റിങ്ങിന് വെളിയിൽ കൂടെ ആരോ വരയ്ക്കാം. ഇങ്ങോട്ട് വരയ്ക്കുമ്പോഴത്തേന് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ, ബെൻസീൻ റിങ് ഓൾറെഡി ഇവിടെ ബോണ്ട് ഉണ്ട്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റായി, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇലക്ട്രോഫൈലും ഹൈഡ്രജനും അതുപോലെ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, തന്നെ അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റായി, എന്തായി? ഈ ബോണ്ട് തൊട്ട് അഡ്ജസ്റ്റന്റ് പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വരും. എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ചാർജ് വരാൻ കാരണം? ഒരിടത്തുനിന്ന് ബോണ്ട് പോവുകയാണ് പൂർണ്ണമായിട്ട്. അപ്പോഴത്തേന് പോകുമ്പോൾ അവിടെ പോസിറ്റീവ് ചാർജ് എന്തായാലും കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടുത്തെ പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോഴത്തേന് ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടെ ഇലക്ട്രോഫൈല്, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ബോണ്ട്, ഇവിടെ ബോണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി. മീൻസ് ആ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇനി ഇങ്ങോട്ട് പോകാൻ ഒരു പോസിറ്റീവ് ചാർജിന് പോകാൻ വേണ്ടി ഒരു ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണ്? അവിടെ ഡബിൾ ബോണ്ട് ഇല്ല. ഡബിൾ ബോണ്ടിന് പകരം അവിടുത്തെ ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അവിടെ ഓട്ടോമാറ്റിക്കലി എന്തായി മാറി? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഫർദർ ആയിട്ട് ഒരു ഹൈബ്രിഡൈസ്ഡ് സ്ട്രക്ചർ ഇതിന്റെ അരീനിയം ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഹൈഡ്രജനും ഇലക്ട്രോഫൈലും അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു പൊസിഷൻ വന്നപ്പോഴത്തേക്കും നമുക്ക് ആ കംപ്ലീറ്റ് സർക്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഒരു പാർഷ്യലി അല്ലെങ്കിൽ ഒരു 80% ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റി. പക്ഷെ ആ ഒരു ഈ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ ഈ ഒരു പൊസിഷനിൽ വന്നപ്പോഴത്തേന് ആ ഒരു സർക്കിൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വരാൻ കാരണം എന്തുവാ? നമുക്ക് ആ അരോമാറ്റിസിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് അരോമാറ്റിക് എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ആ ഒരു കംപ്ലീറ്റ്ലി ഡീലോക്കലൈസ് കിടക്കണം ഇലക്ട്രോൺ. പക്ഷേ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയതുകൊണ്ട് അവിടത്തേക്ക് നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഇത്രയും കാർബണിലേക്ക് മാത്രമേ ഈ ഡബിൾ ബോണ്ട് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബിക്കോസ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അവിടെ ഒരു കംപ്ലീറ്റ് അരോമാറ്റിസിറ്റി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അപ് ടു ഹിയർ അത്രയും ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആണ്. പക്ഷെ ഇവിടെ മാത്രം ആ ഇലക്ട്രോണിന്റെ ആവശ്യമില്ല, ഡീലോക്കലൈസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചറിനെ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റേബിൾ സ്ട്രക്ചർ എന്നോ അല്ലെങ്കിൽ
അരോമാറ്റിക് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തൊരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെ ഏത് ടൈപ്പ് റിയാക്ഷൻസ് ബെൻസീനിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ഫൈനൽ കിട്ടുമ്പോൾ ബെൻസീൻ റിംഗ് അവിടെ ഉണ്ടെങ്കിൽ, ബെൻസീൻ റിംഗ് തന്നെ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ബെൻസീൻ റിംഗ് എപ്പോഴും അതിന്റെ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി എങ്ങനെയാണ് കാർബോകാറ്റയോൺ ഉണ്ടാകുന്നത്. പക്ഷേ തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടി ബെൻസീൻ അല്ലെങ്കിൽ ആ റിംഗ് തന്നെ ഒരു മെക്കാനിസം ചെയ്യും. മീൻസ് ആ ഒരു ഇലക്ട്രോണിനെ അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് തേർഡ് സ്റ്റെപ്പ്, പ്രോട്ടോൺ റിമൂവൽ ടു റീഗെയിൻ അരോമാറ്റിസിറ്റി. ഓക്കെ, അപ്പൊ തേർഡ് സ്റ്റെപ്പിൽ ഇത്രയേ ഉള്ളൂ. ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു. ആ ഒരു അയോണിന്റെ റെസൊണൻസ് സ്ട്രക്ചറാണ്, അരീനിയം അയോണിന്റെ റെസൊണൻസ് സ്ട്രക്ചറാണ് നമ്മൾ ഈ വരച്ചത്. ആ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ ഒരു അരോമാറ്റിസിറ്റി ഇല്ല. അപ്പൊ തേർഡ് സ്റ്റെപ്പിലൂടെ അരീനിയം അയോൺ എന്താണ് ട്രൈ ടു അറ്റൈൻ ദ അരോമാറ്റിസിറ്റി. ഓക്കെ, അപ്പൊ തേർഡ് സ്റ്റെപ്പ് ഇത്രേ പറയുന്നുള്ളൂ. ഈ നമുക്ക് കിട്ടിയ അരീനിയം അയോൺ എന്തിനു ട്രൈ ചെയ്യുന്നു? നമുക്ക് കിട്ടിയ അരീനിയം അയോൺ അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു മെക്കാനിസം സ്പെഷ്യലി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പാണ് പ്രോട്ടോൺ റിമൂവൽ. എന്താണ്? റിമൂവൽ ഓഫ് പ്രോട്ടോൺ. റിമൂവൽ ഓഫ് പ്രോട്ടോൺ. റിമൂവൽ ഓഫ് പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു? ഈ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ആ കാർബണിലെ ഹൈഡ്രജനെ ഇത് റിമൂവ് ചെയ്തിട്ട് ഇങ്ങോട്ടാവും. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റായി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ്. മീൻസ് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ഹൈഡ്രജനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റി. മീൻസ് ഹൈഡ്രജനെ ഇലക്ട്രോഫൈൽ പൂർണ്ണമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹൈഡ്രജനെ നമ്മൾ കളഞ്ഞു. ഹൈഡ്രജൻ ഇവിടുന്ന് കളഞ്ഞിട്ട് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എന്താണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ചുമ്മാ എച്ച് പോകത്തില്ല ഇവിടുന്ന്. അതിനെ എച്ചിനെ അവിടുന്ന് H+ ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു റിയേജന്റ് വേണം. ആ റിയേജന്റ് ആണ് ഈവൻ നൈട്രേഷന്റെ കേസിലാണെങ്കിൽ, നൈട്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു സൾഫ്യൂരിക് ആസിഡ് വെച്ചാണ് ഇവിടെ പ്രോട്ടണേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് പ്രോട്ടണേഷൻ നൈട്രിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ബാക്കി സൾഫ്യൂരിക് ആസിഡ് നമുക്ക് H2SO4 പകരം HSO4- എന്ന് വിളിക്കാം. ഓക്കെ, ഈ HSO4- ആണ് നൈട്രേഷന്റെ കേസിൽ ഈ H+ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോകുന്നത്. പക്ഷേ അതർ കേസസ് ഇപ്പം ആൽക്കലേഷൻ അല്ലെങ്കിൽ ക്ലോറിനേഷൻ അല്ലെ അസൈലേഷന്റെ കേസിൽ AlCl4- അവിടെ റിയാക്ഷൻ മേഡിയിൽ ഓൾറെഡി ഉണ്ട്. എങ്ങനെയാണ്? ആൽക്കലി ഹാലിൽ ഒരു ക്ലോറിനെ എടുത്ത് മാറ്റിയപ്പോഴത്തേന് AlCl3 AlCl4- ആവുമല്ലോ. ആ AlCl4 ഈ ഒരു ഹൈഡ്രജനെ എടുത്തുകൊണ്ട് പോയി ഈ ഹൈഡ്രജനെ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് AlCl4 ആണ് ക്ലോറിനേഷന്റെ അല്ലെങ്കിൽ ആൽക്കലേഷന്റെ അസൈലേഷന്റെ ടേംസിൽ ഈ കേസിൽ ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. നൈട്രേഷന്റെ കേസിൽ സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു ഹൈഡ്രജൻ പോയ ഒരു പ്രോട്ടോണിനെ കൊടുത്ത ശേഷമുള്ള HSO4- എന്ന ഗ്രൂപ്പാണ് ഹൈഡ്രജനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്ത് ഒരു പ്രോഡക്റ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കോൺസിക്യൂട്ടീവ്ലി ആദ്യം ഒരു ഇലക്ട്രോഫൈൽ ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഇലക്ട്രോഫൈലിനെ കൊണ്ട് റിംഗിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നു. ആ കാർബോകാറ്റയോൺ ഫോം ചെയ്തതിന് ശേഷം നമ്മൾ ഈ അരോമാറ്റിസിറ്റി പ്രോഡക്റ്റിലുള്ള അരോമാറ്റിസിറ്റി റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രോട്ടോണെ കളഞ്ഞിട്ട് അവിടെ അരോമാറ്റിക് ക്യാരക്ടർ തിരിച്ചു കൊണ്ടുവരുന്നു. ഇത്രയേ ഉള്ളൂ മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ ഇത്ര വെരി സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ 5 മെക്കാനിസവും ഒരേ രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അരോമാറ്റിക് റിയാക്ഷനിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നതിന്റെ മെക്കാനിസം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് അഡീഷൻ റിയാക്ഷൻ ആണ്. അതിനുള്ള 2 സിമ്പിൾ റിയാക്ഷൻസ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ റിയാക്ഷനും കഴിയും. അപ്പോൾ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കഴിഞ്ഞു. അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓൾറെഡി അഡീഷൻ റിയാക്ഷൻസ് നോർമലി ബെൻസീൻ റിംഗ്സിലോട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള അരോമാറ്റിക് കോമ്പൗണ്ട്സിലേക്ക് നടക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ നമ്മളൊരു ഹൈലി ഹാർഷ് കണ്ടീഷൻ അല്ലെങ്കിൽ വിഗറസ് കണ്ടീഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെ നടക്കാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രജനേഷൻ ഓഫ് ബെൻസീൻ. ഓക്കെ, ബെൻസീനിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യുക. ഹൈഡ്രജനെ ആഡ് ചെയ്യുക. ഇവിടെ എന്ന് പറയുമ്പോൾ വെരി വിഗ്രസ് കണ്ടീഷൻ കൊടുക്കണം. ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈലി വിഗ്രസ് കണ്ടീഷൻ, ഹൈ ടെമ്പറേച്ചറും പ്രഷറിലും ആണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം 3 മോളിക്യൂൾ ഡൈഹൈഡ്രജൻ എടുത്തുകൊണ്ട് ബെൻസീനിലേക്ക് ആഡ് ചെയ്യുക. ബെൻസീൻ എന്താണ്? C6H6 ആണല്ലോ. ഓക്കെ, അപ്പോൾ ഓരോ ഹൈഡ്രജൻ ഇവിടെയുള്ള 6 ഹൈഡ്രജൻ എല്ലാ കോർണറുള്ള കാർബണിലേക്കും പോയി ആഡ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? സൈക്ലോഹെക്സേൻ കിട്ടും. സിമ്പിൾ റിയാക്ഷൻ ആണ്. ഈ എല്ലാ അൺസാച്ചുറേഷൻ റിമൂവ് ആയിക്കൊണ്ട് ആഡ് ആകുന്നതനുസരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഡബിൾ ബോണ്ടിന്റെ ആവശ്യമില്ല. ഇവിടെയും കൂടെ ഹൈഡ്രജൻ ആഡ് ആയി കഴിഞ്ഞാൽ അങ്ങനെ 2, 4, 6 ഹൈഡ്രജൻ ആഡ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? സൈക്ലോ ഹെക്സീൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് എക്സാമ്പിൾ അഡീഷൻ റിയാക്ഷൻസ് ഓഫ് അരോമാറ്റിക് ഹൈഡ്രോ
കാർബൺസ് മീൻസ് അഡീഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ഓൺ ബെൻസീൻ ഒരു എക്സാമ്പിൾ ആണ്. വേറൊരു റിയാക്ഷൻ ആണ് അഡീഷൻ ഓഫ് ക്ലോറിൻ ടുവേർഡ്സ് ബെൻസീൻ. മീൻസ് ഈ സെയിം എടുത്ത പോലെ തന്നെ നമ്മൾ 3 മോളിക്യൂൾ ക്ലോറിൻ എടുക്കുന്നു. ഓക്കെ, 3 മോളിക്യൂൾ ക്ലോറിൻ എടുത്തിട്ട് നമ്മൾ ബെൻസീനിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ ഒരു കോൾഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഡാർക്ക് റൂമിൽ കോൾഡ് കണ്ടീഷൻ ഒക്കെ കൊടുത്ത് അൾട്രാവയലറ്റ് റേസ് ഒക്കെ പാസ് ചെയ്താൽ മാത്രമേ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ അൾട്രാവയലറ്റ് കണ്ടീഷൻ ഒക്കെയാണ് ഇവിടുത്തെ വിഗറസ് കണ്ടീഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഓക്കെ, അഡീഷൻ ആണ്. ഓൾറെഡി അവിടെ C6H6 ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ വീണ്ടും 6 ക്ലോറിനെ ആഡ് ചെയ്യുവാണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനെ എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരുന്നു. ഇവിടെ അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓൾറെഡി ഉള്ള സാധനത്തിലോട്ടാണ് വീണ്ടും ആഡ് ചെയ്യപ്പെടുന്നത്. C6H6 പ്ലസ് 3Cl2. ഓക്കെ, ഈസ് അൾട്രാവയലറ്റ് കണ്ടീഷൻ, ഡാർക്ക് ആൻഡ് കോൾഡ്. ഓക്കെ, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തോ എല്ലാ കോർണറിലും ഓരോ ക്ലോറിൻ പോയി അറ്റാച്ച് ചെയ്തിട്ട് അൺസാച്ചുറേഷൻ എല്ലാം റിമൂവ് ആവും. ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ഷോർട്ട് ഫോമിൽ BHC എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ കെമിക്കൽ. സിമ്പിൾ 2 അഡീഷൻ, ഈ 2 അഡീഷൻ റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുള്ളൂ. എങ്ങനെയാണ് ബെൻസീനിലേക്ക് അല്ല ഇത് ബെൻസീൻ പോലുള്ള അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിലേക്ക് എങ്ങനെയാണ് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നത്. ജനറലി ഇങ്ങനെ നടക്കാറില്ല. പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു വിഗറസ് കണ്ടീഷൻ കൊടുക്കുക അല്ലെങ്കിൽ വെരി ഹാർഷ് കണ്ടീഷൻ, ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ എന്നുള്ള കണ്ടീഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ റിയാക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള റിയാക്ഷൻ ആണ് കമ്പഷൻ റിയാക്ഷൻ. കമ്പഷൻ റിയാക്ഷൻ നമുക്ക് ഇതേപോലെ ഒരു എക്സാമ്പിളിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിച്ചു, അഡിഷൻ റിയാക്ഷൻ പഠിച്ചു. ഇനി ഒരു സിമ്പിൾ ഒരു റിയാക്ഷനും കൂടെ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് അരോമാറ്റിക് റിയാക്ഷന്റെ കമ്പഷൻ റിയാക്ഷൻ. കമ്പഷൻ റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം എന്താണ്. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, കമ്പസ്റ്റൻ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എങ്ങനെയാണ് ഒരു ബെൻസീനെ എയറിന്റെ പ്രസൻസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഒരു അരോമാറ്റിക് ഹൈഡ്രോകാർബൺ എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. സൂട്ടി ഫ്ലെയിം ഉണ്ടാവും. സെയിം ഇത്രേ ഉള്ളൂ. സൂട്ടി ഫ്ലെയിം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അവിടുന്ന് എലിമിനേറ്റ് ആയി പോവാണ്. പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ. സിമ്പിൾ ആയിട്ടൊരു റിയാക്ഷൻ പഠിച്ചാൽ മതി. C6H6 ആണ് C6H6 ഏതാണ് ബെൻസീൻ. ബെൻസീൻ പ്ലസ് 15/2O2 gives CO2 plus H2O. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്, പ്ലസ് വാട്ടർ. സോ ഇത്രേ ഉള്ളൂ. സിമ്പിൾ റിയാക്ഷൻ ആണ് കമ്പഷൻ റിയാക്ഷൻ ഓഫ് ബെൻസീൻ വിത്ത് ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. മീൻസ് സൂട്ടി കാർബൺ ഇവിടെ ഫോം ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ സിമ്പിൾ റിയാക്ഷൻ കമ്പഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡിഷൻ റിയാക്ഷൻ, കമ്പഷൻ റിയാക്ഷൻ. ഇത്രേ ഉള്ളൂ സിമ്പിൾ എക്സാമ്പിൾസ്. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്, പക്ഷേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡും ആയിട്ടുള്ള ചെറിയ ടോപ്പിക്കിലേക്കാണ്. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൺ മോണോസബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഒരു ഭയങ്കര വലിയ ഹെഡിങ് ആണ്, പക്ഷെ സിമ്പിൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്. ഓൾറെഡി നിങ്ങളുടെ ബെൻസീൻ റിംഗ്, ഓക്കെ, നിങ്ങൾക്കൊരു ബെൻസീൻ റിംഗ് തന്നിരിക്കുക. ഓൾറെഡി അത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എന്ന് വിളിക്കാമല്ലോ. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആണ് ഇത്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, ബെൻസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷൻ റിയാക്ഷനെക്കാളും അല്ലെങ്കിൽ കമ്പഷൻ റിയാക്ഷനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഏറ്റവും നന്നായിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഇതാണ്. ഓൾറെഡി ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ നിങ്ങളുടെ കയ്യിലുണ്ട്. മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ ഏതും ആകാം. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതും ആകാം. OHO, CH3, NO2 ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേന് വേറൊരു ഇലക്ട്രോഫൈൽ വരിക, അതിനകത്ത് ഇലക്ട്രോഫൈൽ വരിക. ഓക്കെ, ഈ ഗ്രൂപ്പ് ഏത് പൊസിഷനിലോട്ട് പോകും? ഈ ഗ്രൂപ്പ് ഏത് പൊസിഷനിലേക്ക് പോയി അറ്റാക്ക് ചെയ്യും? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനെ ഓർത്തോ പൊസിഷൻ എന്ന് വിളിക്കാം. ഇത് രണ്ടും ഓർത്തോ പൊസിഷനാണ്, ഇത് പാരാ പൊസിഷനാണ്, ഇത് രണ്ടും മെറ്റ. ഓക്കെ, അപ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ നമുക്ക് ഇങ്ങനെ നമ്പർ കൊടുക്കാം 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിൽ ഈ 2 6 പൊസിഷൻ, സെക്കൻഡ് ആൻഡ് 6th പൊസിഷൻ എപ്പോഴും ഓർത്തോ പൊസിഷൻ എന്നും 4th പൊസിഷൻ പാരാ പൊസിഷൻ എന്നും ഈ 3ാമത്തെ 5ാമത്തെ പൊസിഷനെ മെറ്റ പൊസിഷൻ വിളിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാം എന്താണ് ഓർത്തോ പാരാ മെറ്റ എന്ന് പറയുന്ന പൊസിഷൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഒരു ഇലക്ട്രോഫൈൽ ഏത് പൊസിഷനിൽ പോയിരിക്കും?
ഇതിന്റെ ഓർത്തോ പൊസിഷനിൽ പോവോ അതോ ഈ ഒരു ഇലക്ട്രോഫൈലിന്റെ മെറ്റാ പൊസിഷനിലേക്ക് വരുമോ അതോ മെറ്റാ പൊസിഷനിലേക്ക് പോവോ, അതെന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന ഇത്രയേ ഉള്ളൂ. ബേസ്ഡ് ഓൺ ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്, നിങ്ങളുടെ ബെൻസീനിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ഇലക്ട്രോഫൈൽ ഏത് പൊസിഷനിലോട്ട് പോയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പാണ് ഈ എക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ബെൻസീനിൽ ഓൾറെഡി ഇരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ് ഈ ഒരു ഇലക്ട്രോഫൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എവിടെ പോയിരിക്കാൻ, ഓർത്തോ പൊസിഷനിലേക്കാണോ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പാരാ പൊസിഷനിലേക്കാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മെറ്റാ പൊസിഷനിലേക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ് എന്തോ ആയാലും ഇലക്ട്രോഫൈലിനെ റിലേറ്റഡ് ആയിട്ട് ഒന്നുമല്ല, ഏത് ഇലക്ട്രോഫൈലും ആകാം, പക്ഷേ ഫുള്ളി കൺട്രോൾഡ് ബൈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞോളൂ. ഓൾറെഡി നിങ്ങൾക്ക് ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ തന്നിട്ടുണ്ട്, അതിനെയാണ് നിങ്ങൾ ഇനി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്താൻ പോകുന്നത് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ഒരു ബെൻസീൻ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു പ്രോബ്ലം ഇല്ല, എല്ലാ കാർബണും സെയിം ആണ്. ഇപ്പൊ ഓൾറെഡി ഒരു ബെൻസീൻ തന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയിരിക്കും, ഇവിടെ വേണമെങ്കിലും പോയിരുന്നാലും സെയിം പ്രോഡക്റ്റ് സെയിം ആണ്. പക്ഷെ ഒരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ, പക്ഷെ പ്രോഡക്റ്റ് സെയിം ആ. പക്ഷേ ഓൾറെഡി നിങ്ങൾക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയലേ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇതിനെയാണ് നിങ്ങൾ ഇനി വേറെ ഇലക്ട്രോഫൈൽ വെച്ച് റിയാക്ട് ചെയ്യിക്കേണ്ടത്. നൈട്രോണിയോ ആയാണോ ക്ലോറോണിയോ ആയാണോ അല്ലെങ്കിൽ ആൽക്കലേഷൻ അസൈലേഷൻ എന്ത് വേണം നടത്താം. പക്ഷേ ഈ ഇലക്ട്രോഫൈൽ ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോഫൈൽ അല്ലേ, ഈ ഓൾറെഡി ഇരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പാണ് ജഡ്ജ് ചെയ്യുന്നത് ആ ഇലക്ട്രോഫൈലിനെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ആ ഇലക്ട്രോഫൈലിൽ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രൂപ്പാണ്. അത്രേ പറയുന്നുള്ളൂ. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൺ ദ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടർ ബെൻസീൻ മീൻസ് ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വിചാരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഇലക്ട്രോഫൈലിനെ എങ്ങോട്ട് വിടാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തൊക്കെയാകാം? OH ആകാം, CH3 ആകാം, OCH3 ആകാം, NO2 ആകാം, ഏത് ഗ്രൂപ്പ് വേണേലും ആകാം. ഓക്കെ, ഇതിൽ ഏത് ഗ്രൂപ്പും ആകാം. ഓക്കെ, അപ്പൊ ഈ ഇരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടർ ബെൻസീനിലെ ഈ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടർ ബെൻസീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള ബെൻസീൻ, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതിൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പും ആകാം. ഓക്കെ, അപ്പൊ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലെ ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ് തീരുമാനിക്കും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങോട്ട് വിടണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ഏതൊക്കെ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എക്സിസ്റ്റിംഗ് ഓൾറെഡി അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ഇലക്ട്രോഫൈൽ എന്തുകൊണ്ടാണ് ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഗ്രൂപ്പ്സ് ഡയറക്റ്റിംഗ് ദ ഇൻകമിംഗ് ഇലക്ട്രോഫൈൽ ടു ഓർത്തോ പാരാ ഗ്രൂപ്പ്സ് ഓർ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. എന്താണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഈ ഹെഡിങ്ങിന്റെ മീനിങ് ഈ ഇലക്ട്രോഫൈൽ ഓർത്തോയിലും പാരയിലേക്കുമാണ് പോകുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഏത് ഗ്രൂപ്പ് വന്നാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബെൻസീനിൽ ഏത് ഗ്രൂപ്പ് വന്നാൽ ഈ ഇൻകമ്മിങ് ഇലക്ട്രോഫൈൽ എങ്ങോട്ട് പോകും അതാണ് ചോദിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ബെൻസീനിൽ ഞാൻ പറയും ഇതാണ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടർ ബെൻസീൻ, ഇതാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ഇത് ഏത് ടൈപ്പ് മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോഫൈൽ ഒന്നെങ്കിൽ ഓർത്തോയിലോ അല്ലെങ്കിൽ പാരലോട്ട് വരും. മെറ്റയിലോട്ട് അത് പോകത്തില്ല. ഓക്കെ, പാരയിലോട്ടാണോ അല്ലെ ഓർത്തോയിലോ പാരയിലേക്ക്? ഓർത്തോ പാര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ പ്രോബിലിറ്റി ആണ്. ഓർത്തോയിലേക്കും പോകാം പാരയിലേക്കും പോകാന്നുള്ള രീതിയിലുള്ള ഈക്വൽ പ്രോബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഏത് ടൈപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഓർത്തോ പാര ഗ്രൂപ്പിലേക്ക് പോകും. അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഗ്രൂപ്പ്സിനെ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുന്നത്. അതിൽ ഒരു എക്സാമ്പിൾ ആണ് OH ഗ്രൂപ്പ്. ഓക്കെ, OH. അപ്പൊ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് OH ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് വിളിക്കാൻ കാരണം. അല്ലെങ്കിൽ OH ഇവിടെ വന്നാൽ OH എങ്ങനെയാണ് ഒരു ഇൻകമിംഗ് ആയിട്ടുള്ള ഇലക്ട്രോഫൈലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് പോകും. മെറ്റാ പൊസിഷനിലേക്ക് ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യില്ല. OH എന്ന് പറയുന്നത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. മീൻസ് ഇൻകമിംഗ് ഇലക്ട്രോഫൈലിനെ ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്കോ അത് ഡയറക്റ്റ് ചെയ്യുകയുള്ളൂ. എന്തുകൊണ്ടാണ് OH ഇൻകമിംഗ് വരുന്ന അല്ലെങ്കിൽ ഈ പ്ലസിനെ ഓർത്തോയിലേക്കും പാരയിലേക്കും ഡയറക്റ്റ് ചെയ്യാൻ കാരണം എന്നുള്ളത് നമുക്ക് ഒരു മെക്കാനിസം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റെസൊണൻസ് സ്ട്രക്ചർ. ഇപ്പൊ ഫീനോളിന്റെ ഇപ്പം ബെൻസീനിൽ ഇവിടെ OH വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫീനോൾ ആയെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ എക്സാമ്പിൾ ആയി. ഓക്കെ, അപ്പൊ ഫീനോളില് നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുവാണെങ്കിൽ അത് ഓർത്തിലേക്കും പാരയിലേക്കും പോകുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. വൈ? ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് എ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. എന്തുകൊണ്ട് OH ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ ഈ ഫീനോളിന്റെ റെസൊണൻസ് സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകേണ്ടി വരും. എന്തിലേക്ക് പോകണം?
ഫീനോളിന്റെ റെസൊണൻസ് സ്ട്രക്ചറിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇനി ഫീനോളിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചിട്ട് നോക്കാം എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ഒരു ഫീനോള് ഓർത്തോ പാര ഡയറക്റ്റിംഗ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഫീനോളിന്റെ ആ OH ഗ്രൂപ്പിന് എന്താണ് ഇത്ര പ്രത്യേകത, ഈ വരുന്ന ഇൻകമിംഗ് ആയിട്ടുള്ള ഇലക്ട്രോഫൈലിനെ ഓർത്തോയിലേക്ക് അല്ലെങ്കിൽ പാരയിലേക്ക് മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ കാരണം എന്താണ് എന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് OHന്റെ അല്ലെങ്കിൽ ഫീനോളിന്റെ, OH എന്ന് പറയുന്നത് ഓൾറെഡി മോണോസബ്സ്റ്റിറ്റ്യൂട്ടഡ്, ഫീനോൾ എന്ന് പറഞ്ഞാൽ മോണോസബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ആണ്. OH വെച്ച് ഒരു ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഫീനോൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ നമ്മൾ വരച്ച് നോക്കുക. എന്താണ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്? ദ ഗ്രൂപ്പ് വിച്ച് ഡയറക്ട്സ് ഇൻകമിംഗ് ഗ്രൂപ്പ് ടുവേർഡ്സ് ഓർത്തോ ആൻഡ് പാര പൊസിഷൻ. ഓക്കെ, വെളിയിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒരു ഇലക്ട്രോഫൈലിനെ അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്രൂപ്പിനെ ഓർത്തോയിലേക്കോ പാരയിലേക്കോ, ഓർത്തോ ഓർ പാര, മെറ്റ അതിൻ്റെ അകത്ത് വരുന്നത് ഓർത്തോ ഓർ പാര പൊസിഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാം. നമ്മളൊരു എക്സാമ്പിൾ എടുത്ത OH എന്ന് പറയുന്ന ഗ്രൂപ്പ്, ബെൻസീൻ റിങ്ങിൽ OH വരുന്ന ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഫീനോൾ എന്ന് പറയും. അപ്പോൾ OHന്റെ എഫക്ട് കൊണ്ട് തന്നെ ഇതിന്റെ ഓർത്തോ അല്ലെങ്കിൽ പാര പൊസിഷനിലേക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കും. കാരണം എന്താണെന്നുള്ളത് നമ്മൾ റെസൊണൻസ് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ റെസൊണൻസ് ഹൈബ്രിഡ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫീനോളിന്റെ റെസൊണൻസ് ഹൈബ്രിഡ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരുന്നത് ഈ ഒരു ലോൺ പെയർ അല്ലെങ്കിൽ ഓക്സിജനുള്ള ഈ ഒരു ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകും, ഈ ഇലക്ട്രോൺ ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകും. ഓക്കെ, അപ്പോൾ നടക്കുന്നത് ഓക്സിജനിൽ നിന്ന് ഇലക്ട്രോൺ പോകും. അപ്പൊ കിട്ടുന്ന ചാർജ് നമുക്ക് നോക്കാം. ഓക്സിജനിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും, പക്ഷെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് OH തന്നെ. ദെൻ ഇവിടെ ഈ രണ്ട് ബോണ്ട് അതുപോലെ തന്നെ നിൽക്കും. പക്ഷെ ഈ ഒരു ബോണ്ട് ഈ ഒരു സൈഡിലോട്ട്, മീൻസ് ഈ ഒരു 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നെഗറ്റീവ് ചാർജ് വരുമല്ലോ. ഫസ്റ്റ് നെഗറ്റീവ് ചാർജ് പ്ലസ് 2 ഇലക്ട്രോൺസ് ആണ്. മീൻസ് ഒരു ബോണ്ട് വെച്ചാൽ 2 ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ ആണ് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്ട്രക്ചർ നമുക്ക് നോക്കാം. ഈ ഇലക്ട്രോൺ തൊട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഈ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ആകുകയും ഈ രണ്ടിടത്ത് വീണ്ടും വീണ്ടും അഡ്ജസ്റ്റന്റ് ആയിട്ട് ഡബിൾ ബോണ്ട് വരില്ലല്ലോ. അപ്പൊ വീണ്ടും ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ കോർണറിലേക്ക് ആവും. ഓക്കെ, അപ്പൊ കിട്ടുന്ന സ്ട്രക്ചർ, അപ്പം ഇവിടുത്തെ മൈനസ് പോയി, ഇവിടെ ഒരു ബോണ്ട് വന്നു, ഇവിടെ ഓൾറെഡി ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഇങ്ങനെ തന്നെ എഴുതുക. Oയ്ക്ക് പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് ഓയിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കത്തില്ല. ഓക്കെ, അതുകൂടെ മെൻഷൻ ചെയ്യണം. വീണ്ടും ഇവിടെ മൈനസ് ചാർജ് വന്നു വിത്ത് 2 ഇലക്ട്രോൺ. സിമ്പിൾ ആണേ, ഇവിടുന്ന് ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോഴത്തേന് ഈ ബോണ്ട് വിത്ത് 2 ഇലക്ട്രോൺ ആണ് ഈ കോർണറിലേക്ക്, ഈ കാർബണിലേക്ക് വന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാം. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നു, അഡ്ജസ്റ്റന്റ് ബോണ്ട് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിലേക്ക് പോകും. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നു, മീൻസ് ആ നെക്സ്റ്റ് ഉള്ള ഡബിൾ ബോണ്ട് തൊട്ടടുത്ത കാർബണിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മൾ എപ്പോഴും റെസൊണൻസ്, ഫീനോളിന്റെ ഒക്കെ റെസൊണൻസ് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ബെൻസിന്റെ, ഫീനോളിന്റെ അല്ലെങ്കിൽ നൈട്രോബെൻസിന്റെ ഒക്കെ റെസൊണൻസ് പഠിച്ചിരിക്കുന്നത് ഇപ്പോഴേ നല്ലതെന്ന് പറയാൻ കാരണം +2 ഇഷ്ടം പോലെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഏതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് ബെൻസിൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫീനോളിന്റെ അസിഡിറ്റിയെ കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ബോണ്ടിന്റെ ഷിഫ്റ്റ് ആരോ എങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പം ഇവിടം വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആകുമ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇത് ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് ഇവിടെ നെഗറ്റീവ് ചാർജും വരും. ഓക്കെ, ഓൾറെഡി ഈ ബോണ്ട് ഇവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ചാർജ് വിത്ത് 2 ഇലക്ട്രോൺ, ഡബിൾ ബോണ്ടോ H. ഇനി എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? ഓക്സിജനിൽ എന്തെങ്കിലും പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിനെ നമുക്ക് എന്തായാലും കളയാൻ പറ്റില്ല. കാരണം ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഓക്സിജനിലേക്ക് വീണ്ടും ഒരു പോസിറ്റീവ് ചാർജ് സെൻറ്റർ വരുമെന്ന് വെച്ചാൽ വെരി അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇലക്ട്രോൺ ഈ അഡ്ജസ്റ്റന്റ് ആയുള്ള കാർബണിലേക്ക് വരുന്നു, ഈ ഡബിൾ ബോണ്ട് തിരിച്ചു പോകുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനം എന്താണ്? നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഫീനോള് തിരിച്ചതുപോലെ തന്നെ കിട്ടും. ഫീനോള് അതുപോലെ തന്നെ തിരിച്ചു കിട്ടും. നോക്കിക്കേ, ഈ ഒരു ബോണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, C ഡബിൾ ബോണ്ട് OH. അപ്പോ എന്താ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലായി? നമ്മളിപ്പോൾ ഫീനോൾ ഇങ്ങനെ തുടങ്ങിയതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ഇതാണ് ഇതിന്റെ ഫീനോളിന്റെ ഇടയിലൊക്കെയുള്ള ഇത്രയും കൂടുതൽ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഓർ ഹൈബ്രിഡ് സ്ട്രക്ചർ ഓഫ് ഫീനോൾ എന്നൊക്കെ പറയാം. മീൻസ് റെസൊണൻസിന്റെ അല്ലെങ്കിൽ ഫീനോളിലെ ബെൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഫീനോളിലേക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഒരു 2 ഇലക്ട്രോണും കൂടെ ഈ റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബെൻസിലാണെങ്കിൽ ഉള്ള 3 ഡബിൾ ബോണ്ട് മീൻസ് 6 ഇലക്ട്രോൺസ് മാത്രം റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേസ് എന്ന് പറയുമ്പോഴത്തേന് വീണ്ടും 2 ഇലക്ട്രോൺ, ഓക്സിജനിലുള്ള 2 ഇലക്ട്രോണും കൂടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പിലുള്ള സ്ട്രക്ചേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു OH എന്ന് പറയുന്നത്, OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓർത്തോ പാര ഡയറക്റ്റിക് ഗ്രൂപ്പാന്ന് പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ നോക്കാം. ഫസ്റ്റ് റെസൊണേറ്റിംഗ് സ്ട്രക്ചറിന്റെ അകത്തില് നെഗറ്റീവ് ചാർജ് ഇപ്പൊ ഇത്രയും റെസൊണേറ്റീവ് സ്ട്രക്ചർ നോക്കുക. ഇതിന്റെ അതിൽ എവിടെയൊക്കെയാണ് നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് റെസൊണേറ്റീവ് സ്ട്രക്ചറിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ഒരു ഓർത്തോ പൊസിഷനിലേക്ക്
നെഗറ്റീവ് ചാർജ് വന്നു, ഒരു ഓർത്തോ പൊസിഷൻ നെഗറ്റീവ് ചാർജ് വന്നു. സെക്കൻഡ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഇതൊരു പാരാ പൊസിഷൻ ആണ്. ഓക്കെ, OH നോക്കുവാണെങ്കിൽ OH കമ്പയർ നോക്കുമ്പോൾ ഇത് പാരാ പൊസിഷൻ, OH ഓർത്തോ പൊസിഷൻ, OH പാരാ പൊസിഷൻ. ഓക്കെ, മൂന്നാമത്തെ സ്ട്രക്ചറിലേക്ക് വരുവാണെങ്കിൽ OH വീണ്ടും നെക്സ്റ്റ് ഓർത്തോ പൊസിഷനിലേക്ക് നെഗറ്റീവ് ചാർജ് വന്നു വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്തിലേക്കാണ്, OH അല്ലെങ്കിൽ ഫീനോളിന്റെ റെസൊണേറ്റീവ് സ്ട്രക്ചർ എഴുതുമ്പോഴത്തേന് ആ മൂന്ന് റെസൊണേറ്റീവ് സ്ട്രക്ചറിൽ നോക്കുവാണെങ്കിൽ രണ്ട് ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലേക്ക് നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. എന്താണ്, രണ്ട് ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ വേണ്ടത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓൺ ഫീനോൾ ആണ്. മീൻസ് ഓൾറെഡി ഒരു OH ഗ്രൂപ്പ് ഉള്ള ഫീനോൾ ബെൻസീനിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് പൊസിഷനിലേക്ക് പോയിരിക്കും. ഞാൻ പറഞ്ഞു അത് ഓർത്തോ പാരാ പൊസിഷനിലേക്ക് പോയിരിക്കും. വരാൻ കാരണം എന്താണ്, റെസൊണേറ്റീവ് സ്ട്രക്ചർ ഓഫ് ഫീനോൾ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ട് ഓർത്തോ പൊസിഷനിലേക്ക് ഒരു പാരാ പൊസിഷനിലേക്കും മീൻസ് അതിന്റെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും കമ്പയർ ടു മെറ്റാ പൊസിഷൻ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾ ചുമ്മാ ഒരു ഫീനോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണോ ഇല്ലയോ. പക്ഷേ നിങ്ങൾ റെസൊണൻസ് സ്ട്രക്ചർ വരച്ചു നോക്കാൻ മനസ്സിലാവുന്നുണ്ട്. മൂന്ന് റെസൊണേറ്റീവ് സ്ട്രക്ചറിൽ നോക്കിയാൽ മതി. ഫസ്റ്റ് റെസൊണേറ്റീവ് സ്ട്രക്ചറിൽ ഓർത്തോ പൊസിഷനിലും, സെക്കൻഡ് റെസൊണേറ്റീവ് സ്ട്രക്ചറിൽ പാരാ പൊസിഷനിലും, തേർഡ് റെസൊണേറ്റീവ് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ സെക്കൻഡ് ഓർത്തോ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോഫൈലിൽ എന്താണ് ചാർജ്, പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോഫൈൽ എവിടെയാണ് പോയി അറ്റാക്ക് ചെയ്യുന്നത്, നെഗറ്റീവ് ചാർജ് സെന്ററിലേക്ക്. അപ്പം പോസിബിലിറ്റി എന്താണ്, ഒരു ഓർത്തോ പൊസിഷനിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉണ്ട്, ഒരു പാരാ പൊസിഷനിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉണ്ട്, നെക്സ്റ്റ് ഓർത്തോ പൊസിഷനിലേക്ക് വരാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ നോക്കി രണ്ട് മെറ്റാ പൊസിഷനും നിങ്ങൾ നോക്കിയേ, എല്ലായിടത്തും മെറ്റാ പൊസിഷനിൽ ഒരു നെഗറ്റീവ് ചാർജും വരുന്നില്ല. അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് ഫീനോൾ വരയ്ക്കുമ്പോഴത്തേന് ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് വരുന്നതുകൊണ്ട് തന്നെ കമ്പയർ ടു മെറ്റാ പൊസിഷൻ ഓർത്തോയും പാരാ പൊസിഷനും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇലക്ട്രോഫൈൽ എപ്പോഴും പോകുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ള പൊസിഷനിലോട്ടേ പോകത്തുള്ളൂ. അപ്പൊ ഫീനോളിന്റെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ 3 പൊസിഷനിലേ ഉള്ളൂ, 2 ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലും മാത്രമേ ഉള്ളൂ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ മെറ്റാ പൊസിഷനിലേക്ക് ഒരിക്കലും പോകാതെ ഒന്നെങ്കിൽ ഓർത്തോ പൊസിഷനിൽ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ അല്ലെങ്കിൽ ഓർത്തോയിലും പാരയിലും കൂടെ ആയിരിക്കും ഈ വരുന്ന ഇൻകമിങ് ഇലക്ട്രോഫൈൽ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും OH എന്ന് പറയുന്നത് ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളിപ്പം പ്രീവിയസ് ആയിട്ട് 11th ചാപ്റ്റർ പഠിച്ചു OH എന്ന് പറയുന്നത് ഒരു -I ഗ്രൂപ്പാണ്. OH എന്ന് പറയുന്നത് ഒരു -I ഗ്രൂപ്പാണ്. -I ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള ഗ്രൂപ്പ് എന്നല്ലേ OH എന്ന് പറയുന്നത്. മീൻസ് ഈ അടുത്ത് ഇത്രയും 2 കാർബൺ ഇവിടെ ഉണ്ട്, അതിൽ ഹൈഡ്രജൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിന് OH ആ ഒരു കാർബണെ ഇങ്ങോട്ട് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. മീൻസ് ഈ ഒരു ഇവിടെയുള്ള കാർബണിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി അതിന് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ വരേണ്ട ചാർജ് എന്തുവാ, ഒബ്വിയസ്ലി ഇവിടെ വരേണ്ട ചാർജ് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു -I എഫക്ട് ഓഫ് OHനെ റെസൊണൻസ് എഫക്ട് കൊണ്ട് ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മീൻസ് -I എഫക്ട് ഓഫ് OH എന്ന് വരാൻ കാരണം ഈ ഒരു OHന് ഈ ഒരു ഹൈലി ഇലക്ട്രോണേറ്റീവ് ഓക്സിജൻ കാരണം ഇവിടെ രണ്ടും ഉള്ള കാർബണിൽ ഹൈഡ്രജനും അവിടെ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പുള്ളി ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ -I എഫക്റ്റും റെസൊണൻസ് എഫക്റ്റ് കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുമ്പോഴത്തേന് -I എഫക്റ്റിനെ റെസൊണൻസ് എഫക്റ്റ് വെച്ച് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈവൻ ദോ OH ഒരു -I ഗ്രൂപ്പ് ആയിട്ട് പോലും ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും 2 ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നമുക്ക് നെഗറ്റീവ് ചാർജ് വരാൻ കാരണം. ഓക്കെ, അതുകൊണ്ട് -I ഗ്രൂപ്പ് ആണ്, OH ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു -I ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് അല്ലേ വരേണ്ടത്. അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇലക്ട്രോഫൈൽ ഓർത്തോ പൊസിഷനിലേക്ക് പോകും എന്നുള്ളതിന് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോ തന്നത്. -I ഗ്രൂപ്പ് ആണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ -I ഗ്രൂപ്പും റെസൊണൻസ് എഫക്റ്റും കൂടെ ഒന്നിച്ചാണ് ഒരു കേസ് വരുന്നതെങ്കിൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എപ്പോഴും റെസൊണൻസ് എഫക്റ്റിനാണ്. ഓക്കെ, -I എഫക്ട് ഓഫ് OH ഗ്രൂപ്പ് ഈസ് ഓവർകംഡ് ബൈ റെസൊണൻസ് എഫക്ട് ഓഫ് ഫീനോൾ. ഓക്കെ, ഇത്രയും നല്ല റെസൊണൻസിലി സ്റ്റേബിൾ ആയി ഉള്ള ഫീനോൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിട്ട് നമുക്ക് ഓർത്തോ പാരയിൽ മാത്രം സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടാൻ കാരണം. ദാറ്റ്സ് വൈ OH ഈസ് നോൺ ആസ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. വേറെ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് OHനെ പോലെ ആക്ട് ചെയ്യുന്നതാണ് CH3 ഗ്രൂപ്പ്, NH2 ഗ്രൂപ്പ്, NR2 ഗ്രൂപ്പ്, NR2 ഗ്രൂപ്പ്, ഇതുപോലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിട്ട്. അല്ലെങ്കിൽ അമ്മയുടെ ഗ്രൂപ്പ്, അല്ലെ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇതിപ്പം മീതലല്ലേ, C2H5 വരാം, ഈതേൽ ഗ്രൂപ്പ് ഒക്കെ വരാം. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അതിന് കുറെ അധികം എക്സാമ്പിൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതും കൂടെ റെഫർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇൻകമിംഗ് ആയിട്ട് വരുന്ന ഇലക്ട്രോഫൈലെ ഓർത്തോയിലേക്കും പാരയിലേക്കും മാത്രമേ ഡയറക്റ്റ് ചെയ്യത്തുള്ളൂ, മെറ്റാ പൊസിഷനിലേക്ക് ഒരിക്കലും കടത്തിവിടില്ല. ബിക്കോസ് ഓഫ്
റെസൊണൻസ് എഫക്ട്. റെസൊണൻസിലൂടെ നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ഓർത്തോ പൊസിഷനിലും പാര പൊസിഷനിലും നമുക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് ചാർജ് സെന്റർ ഉള്ളതുകൊണ്ടാണ് ഇലക്ട്രോഫൈൽ ഓർത്തോയിലേക്കും പാരയിലേക്കും മാത്രം പോകുന്നത്, അത് മെറ്റയിലേക്ക് പോകുന്നില്ല. പ്രോബബിലിറ്റി വൈസ് നല്ല ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഇല്ല, മെറ്റാ പൊസിഷനിലേക്ക് പോകാൻ പ്രോബബിലിറ്റിയേ ഇല്ല. പക്ഷേ ഓർത്തോ പൊസിഷനിലേക്ക് പാര പൊസിഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഓർത്തോയിലേക്ക് മാത്രം പോകാം, അല്ലെങ്കിൽ പാരയിലേക്ക് മാത്രം പോകാം. അത് വേറെ വേറെ ഹയർ ക്ലാസ്സസിൽ പഠിക്കാനുള്ള കണ്ടീഷൻസ് ആണ്. ഈ കേസിൽ ഇത്രയേ ഉള്ളൂ. OH is ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണമാണ് റെസൊണൻസ് വഴി നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പം OH അല്ല, ഇപ്പോൾ ഇവിടെ CL എടുത്താൽ ക്ലോറോബെൻസീൻ എടുത്താലും സെയിം റിയാക്ഷൻ ഇവിടെ നടക്കും. ഓക്കെ, ഈ OH എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇലക്ട്രോഫൈലിക് റിയാക്ഷൻ ഓൾറെഡി ഇലക്ട്രോഫൈൽ അവിടെ ഉണ്ടായിട്ട് പോലും വീണ്ടും ഇലക്ട്രോഫൈലിക് റിയാക്ഷൻ ഇത് എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത്, എൻകറേജ് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് ഡി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാം. മീൻസ് ഓൾറെഡി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ട് പോലും OH-ന്റെ ആ ഒരു എഫക്ട് കൊണ്ടാണ് ഈ റിംഗിലേക്ക് മോർ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആയത്. മറ്റേ ഗ്രൂപ്പിലേക്ക് നടക്കത്തില്ലെങ്കിൽ പോലും വേറെ അടുത്ത 3 പൊസിഷനിലേക്കും വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആയി. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും, OH-ന്റെ പ്രസൻസ് കൊണ്ടാണ് ഈ റിംഗ് ഒന്നുകൂടെ ആക്ടിവേറ്റഡ് ആയി. റിംഗ് ആക്ടിവേറ്റഡ് ആയി മീൻസ് ആക്ടിവേറ്റഡ് ടുവേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതുകൊണ്ട് തന്നെ OH-നെ ഒരു ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ക്ലോറോബെൻസീന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സിമ്പിൾ ആയിട്ട് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫീനോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. OH എന്ന് പറയുന്നൊരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ് ഫീനോൾ, OH ഗ്രൂപ്പ്, ഫീനോളിലെ OH ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ സെയിം ഇതുപോലെ നമ്മൾ ക്ലോറോബെൻസിലേക്ക് പോയാലും നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ക്ലോറിനും ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാലജനും ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. മീൻസ് ഇൻകമിംഗ് ആയിട്ട് വരുന്ന ഇലക്ട്രോഫൈലില് ഒന്നിക്കൽ ഓർത്തോ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പാര പൊസിഷനിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ OH-നെ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും ഇതൊരു സ്ട്രോങ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സ്ട്രോങ് ആക്ടിവേറ്റിംഗ് എന്ന് പറയാൻ കാരണം ഓൾറെഡി OH ഒരു സൈഡിൽ ഓക്യുപ്പൈഡ് ആണ് ഫീനോളിന്റെ കേസിൽ. എന്നിട്ട് പോലും അത് 3 ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കി കൊടുത്തു. മീൻസ് ഓർത്തോ പാര പൊസിഷനുകളിൽ അതിന് നെഗറ്റീവ് ചാർജ് സെന്റർ ഉണ്ടാക്കിക്കൊണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കൂടുതലായിട്ട് നടക്കാനുള്ള ചാൻസ് ആരുണ്ടാക്കി കൊടുത്തു, OH. പക്ഷെ ക്ലോറിനും അങ്ങനെ ഒരു പ്രോബിലിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും, ഒരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി OH-നെയും CL-നെയും നോക്കുവാണെങ്കിൽ CL ഇച്ചിരൂടെ സ്ട്രോങ് -I ഗ്രൂപ്പാണ്. മീൻസ് OH-നെ കമ്പയർ നോക്കുമ്പോൾ CL ഇച്ചിരൂടെ -I ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി ശകലം കൂടെ കുറയ്ക്കാൻ, മീൻസ് ഈ ഒരു മൈനസ് ചാർജ് ഡെൻസിറ്റി ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും ആ ഒരു മൈനസ് ചാർജ് ഡെൻസിറ്റി അവിടെ OH-നെ കമ്പയർ, OH നിൽക്കുന്നതും CL നിൽക്കുന്ന കമ്പയർ നിൽക്കുമ്പോൾ CL നിൽക്കുമ്പോൾ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി ശകലം കുറയും. പക്ഷേ കുറഞ്ഞാൽ പോലും അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും രണ്ടും ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. പക്ഷേ കമ്പയർ ടു ക്ലോറോബെൻസീൻ ആൻഡ് ഫീനോളിലും ക്ലോറോബെൻസീനും കമ്പയർ നോക്കുമ്പോഴത്തേന് ക്ലോറിൻ അത്രയ്ക്ക് നല്ലൊരു ആക്ടിവേറ്റിംഗ് ഏജന്റ് എന്നൊക്കെ പറയാൻ പറ്റില്ല. മീൻസ് ഇറ്റ് ഈസ് ഒരു മീഡിയം ആക്ടിവേറ്റിംഗ് ഏജന്റ്. മീൻസ് OH-നെ പോലെ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ക്ലോറോബെൻസീൻ തരികയില്ല. കാരണം ഇത്രയേ ഉള്ളൂ, മൈനസ് എഫക്ട് ഓഫ് ക്ലോറിന് മൈനസ് എഫക്ട് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രോൺസിനെ, ഈ 2 കാർബണിലുള്ള ഇലക്ട്രോൺസിനെ ആ ക്ലോറിനിലേക്ക് ഇച്ചിരൂടെ വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കും. ബിക്കോസ് ഓഫ് മൈനസ് എഫക്ട്, ഇലക്ട്രോണൈറ്റിറ്റി ക്ലോറിന് കൂടുതലായതുകൊണ്ട് തന്നെ ആ ഒരു ക്ലോറിലേക്ക് ഇച്ചിരി ഇലക്ട്രോൺസിനെ വലിച്ചടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ചാർജ് ഡെൻസിറ്റിയിലുള്ള ചെറിയൊരു കുറവ് സംഭവിക്കുക. ആ ചെറിയൊരു കുറവ് കൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത് സ്ട്രോങ് ഒരു ആക്ടിവേറ്റിംഗ് ഏജന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ക്ലോറിൻ എന്ന് പറയുന്ന ഒരു ആക്ടിവേറ്റിംഗ് ഏജന്റ് തന്നെയാണ്. ക്ലോറിൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് അവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഫർദർ ആയിട്ട് നടക്കുന്നുണ്ട് ഓർത്തോ പാരയിൽ. പക്ഷേ OH-നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ആക്ടിവിറ്റി ശകലം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് OH ഒരു സ്ട്രോങ് ആക്ടിവേറ്റിംഗ് ഏജന്റ് ആണെന്നും ക്ലോറിൻ എന്ന് പറയുന്ന ഒരു മീഡിയം ആക്ടിവേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പം നമ്മൾ ഇതുപോലുള്ള കുറെയൊക്കെ എക്സാമ്പിൾസ് വേണ്ടിയും പഠിക്കുന്നുണ്ട്. NH2, NR2, ദെൻ അമൈഡ് ഗ്രൂപ്പ്, OCH3 ഗ്രൂപ്പ്, CH3 ഗ്രൂപ്പ്, ദെൻ C2H5 ഗ്രൂപ്പ്, ഇതുപോലുള്ള ഗ്രൂപ്പുകളെല്ലാം ഈ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. മീൻസ് ഈ +I ഗ്രൂപ്പുകളെല്ലാം ഓർത്തോ പാര ഡയറക്റ്റ് ചെയ്യാം. നിങ്ങൾ 11th ചാപ്റ്ററിൽ പഠിച്ചു, ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ അകത്ത് പഠിച്ചു ഏതൊക്കെയാണ് +I ഗ്രൂപ്പ്. ഈ +I ഗ്രൂപ്പ് എങ്ങനെ വന്നാലും അത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. പക്ഷേ OH-ഉം CL-ഉം നെഗറ്റീവായി ഗ്രൂപ്പ് ആണെങ്കിൽ പോലും റെസൊണൻസ് എഫക്ട് കൊണ്ട് ആ ഒരു നെഗറ്റീവ് എഫക്റ്റിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് OH-ഉം CL-ഉം ഈ +I ഗ്രൂപ്പിന്റെ കൂട്ടത്തിൽ രണ്ടും കൂടെ +I ഗ്രൂപ്പ് കൂടെ -I ഗ്രൂപ്പിൽ പെടുന്ന 2 ഗ്രൂപ്പുകളായ OH-ഉം CL-ഉം റിംഗ് ആക്ടിവേറ്റർ അല്ലെങ്കിൽ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. എന്താണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്? ഇപ്പൊ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സിന് നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾ ആണ് നൈട്രോബെൻസീൻ. ഓക്കെ, മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. എന്താണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്? ഓർത്തോ പാര പൊസിഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. ഏതൊക്കെ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഓർത്തോ പാര എന്ന് വെച്ചാൽ മോണോസബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിൽ
ഏത് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഇൻകമിംഗ് ആയിട്ട് വരുന്ന ഇലക്ട്രോഫൈലിനെ ഓർത്തോയിലേക്കും പാരയിലേക്കും ഡയറക്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സ് നമ്മൾ പഠിച്ചു. രണ്ട് ഓർത്തോ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്ക് ഡയറക്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഇവിടെ ഏത് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ഇൻകമിംഗ് ആയിട്ട് വരുന്ന ഇലക്ട്രോഫൈലിനെ മെറ്റാ സൈഡിലേക്ക് മാത്രം, മെറ്റാ പൊസിഷനിലേക്ക് മാത്രമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യും. മീൻസ് ഗ്രൂപ്പ് വിച്ച് ഡയറക്ട്സ് ദ ഇൻകമിംഗ് ഗ്രൂപ്പ് ടുവേർഡ്സ് മെറ്റാ പൊസിഷൻ ഓഫ് ദ ബെൻസിറിംഗ്. ഓക്കെ, ബെൻസിറിംഗിലെ മെറ്റാ പൊസിഷനിലേക്ക് മാത്രം ഡയറക്ട് ചെയ്യുന്ന ബെൻസിറിംഗിൽ ഓൾറെഡി ഉള്ള ഒരു ഗ്രൂപ്പ്, അതാണ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ പഠിക്കുന്നതാണ് നൈട്രോബെൻസീൻ. അപ്പൊ നൈട്രോബെൻസീൻ നമ്മൾ എങ്ങനെ എഴുതും? ഇതാണ് നൈട്രോബെൻസീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നൈട്രോബെൻസീൻ. ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ നൈട്രോ ഗ്രൂപ്പ് വരും. നമ്മളിപ്പോൾ ഇതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് നൈട്രോബെൻസീൻ മെറ്റാ പൊസിഷനിലേക്ക് മാത്രം ഡയറക്ട് ചെയ്യുന്നത്, ഓർത്തോ പാരയിലേക്ക് ഡയറക്ട് ചെയ്യാത്ത കാരണം എന്താണ്? നമുക്കറിയാം ഓൾറെഡി നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൈനസ് ഐ ഗ്രൂപ്പാണ്. നമുക്കറിയാം വെരി സ്ട്രോങ് മൈനസ് ഐ ഗ്രൂപ്പാണ്. ക്ലോറിനെ പോലെ ഓയിസിനെ പോലെ വെരി സ്ട്രെങ്ത് കുറഞ്ഞൊരു മൈനസ് ഐ ഗ്രൂപ്പ് അല്ലെ, വെരി സ്ട്രോങ് മൈനസ് ഐ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ റിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ റിംഗ് ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് ആണ്. ഓക്കെ, ഇപ്പൊ ഇതൊരു മൈനസ് ഐ ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് ബെൻസീന്റെ ഉള്ള ഇലക്ട്രോൺസിനും കൂടെ ഈ നൈട്രജൻ NO2 നോട്ട് മീൻസ് മൈനസ് എഫക്ട് കാരണം ബെൻസീൻ ഇലക്ട്രോണിനെ കൂടി ഇത് പുള്ളി ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്? ബെൻസീൻ ഇലക്ട്രോണിനെ പുള്ളി ചെയ്യുമ്പോഴത്തേന് ഇതിന്റെ ബെൻസീന്റെ ചാർജ് ഡെൻസിറ്റി കുറയും, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ അവൈലബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബെൻസിറിംഗിൽ ഇലക്ട്രോണിന്റെ അവൈലബിലിറ്റി കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിറിംഗ് കൂടുതൽ പോസിറ്റീവായി വരുവാണെന്ന് അർത്ഥം. അപ്പം വരുന്ന ഇലക്ട്രോഫൈൽ പോസിറ്റീവ്, ബെൻസിറിംഗ് വീണ്ടും പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇലക്ട്രോഫൈൽ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ചാൻസ് കുറവല്ലേ? പക്ഷേ മെറ്റാ പൊസിഷനിലേക്ക് ആ ഒരു പോസിബിലിറ്റി കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് പാര കൂടുതലാണ്. ഈവൻ തോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇങ്ങനത്തെ കേസിൽ വളരെ കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴൊരു സ്ട്രോങ് മൈനസ് എ ഗ്രൂപ്പായ NO2 അല്ലെങ്കിൽ COOH ഗ്രൂപ്പ് അല്ലെങ്കിൽ CHO ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ്, ഇതിൽ ഏതൊരു ഗ്രൂപ്പ് വന്നാലും ഇതുപോലത്തെ സ്ട്രോങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ മെറ്റാ പൊസിഷനിലേക്ക്, ഓർത്തോ പാര പൊസിഷനിലേക്ക് ഒരു ചാൻസും ഇല്ല. പക്ഷെ മെറ്റാ പൊസിഷനിലേക്ക് ചെറിയൊരു ചാൻസ് ഉണ്ട്. ഈവൻ ഒരു 10 ഗ്രാം ഒരു സ്റ്റാർട്ടിംഗ് പീരീഡിൽ നൈട്രോബെൻസിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 30 ഗ്രാം അല്ലെങ്കിൽ 40 ഗ്രാംസ് ഒക്കെ നമുക്ക് മെറ്റാ പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ ഓർത്തോ ഓർ പാര സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രോബെൻസിൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം എന്താ? നമുക്ക് റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് നൈട്രോബെൻസിൻ വരച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഫീനോളിനെ വരച്ച പോലെ ഇച്ചിരി സംതിങ് ഡിഫറൻസ് ഉണ്ട്. ഫീനോളിന്റെ നൈട്രോബെൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തെ അതിന്റെ റെസൊണൻസ് സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഫീനോൾ വരച്ചത് മനസ്സിലായി. ഓക്സിജനിൽ നിന്ന്, ഫീനോളിന്റെ OH നിന്ന് ഇലക്ട്രോണിനെ ആർക്കാണ് കൊടുത്തത്? OH നിന്ന് ഫീനോള് ഓക്സിജന്റെ ഈ 2 ലോൺ പെയർ റിംഗിലേക്കാണ് കൊടുത്തത്. മീൻസ് ഒരു മൈനസ് ഐ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും കമ്പയർഡ് ടു ബെൻസിറിംഗ് ആൻഡ് OH, ബെൻസിറിംഗ് ആണ് ഇലക്ട്രോൺസിനെ പുള്ളി ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഈ കേസിൽ ബെൻസിറിംഗിൽ നിന്ന് NO2 ആണ് പുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ബെൻസിറിംഗിന്റെ അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്ന ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നൈട്രോ ഗ്രൂപ്പ് അങ്ങ് പുള്ളി ചെയ്യും. അപ്പൊ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് റെസൊണേറ്റീവ് സ്ട്രക്ചർ എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, N-നൊരു ഡബിൾ ബോണ്ട് പോകും, ഡബിൾ ബോണ്ടോ ഓക്കെ. അപ്പോൾ ഈ ഒരു ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോഴത്തേന് ഇവിടെ ഡബിൾ ബോണ്ട് ഇല്ല, ഓൾറെഡി ഓക്സിജന് ലോൺ പെയർ ഉണ്ട്. ഈ എക്സ്ട്രാ ഈ ഒരു ബോണ്ട് കൂടി ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് വീണ്ടും 2 ഇലക്ട്രോണും വരും, ഒരു നെഗറ്റീവ് ചാർജും വരും. ഇതാണ് ഫസ്റ്റ് റെസൊണേറ്റീവ് സ്ട്രക്ചർ ഓഫ് നൈട്രോബെൻസിൻ. ഇനി അടുത്ത സ്ട്രക്ചറിലേക്ക് പോവാം. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് റെസൊണേറ്റീവ് സ്ട്രക്ചർ കിട്ടി. ഇവിടെ ഫീനോളിനെ കമ്പയർ നോക്കുമ്പോൾ നമ്മളിപ്പം ഇവിടെ ഇങ്ങോട്ട് മീൻസ് ഓയിൽ നിന്ന് റിങ്ങിലേക്ക് ഇലക്ട്രോൺ വരുമ്പോഴത്തേന് എപ്പോഴും റിങ്ങിലോട്ട് ഒരു നെഗറ്റീവ് ചാർജ് കിടക്കും. എന്തുകൊണ്ടാ? എപ്പോഴും നമ്മൾ OH നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങോട്ട് ഞാൻ എപ്പോഴും എടുത്ത് ഇപ്പോൾ ഞാൻ മറ്റൊരാളുടെ ഞാൻ ഇങ്ങോട്ടാണ് ഇലക്ട്രോണിനെ മേടിക്കുന്നതെങ്കിൽ ഞാൻ എപ്പോഴും നെഗറ്റീവ് ഇരിക്കത്തുള്ളൂ. കാരണം എന്താ? ഇലക്ട്രോൺ ഓൾറെഡി നെഗറ്റീവ് ചാർജിലാണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ആൾ എന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ നെഗറ്റീവ് ആയി പോകത്തില്ലേ? അതുപോലെ തന്നെ ഉള്ളൂ ഇവിടെ. OH-നെ ഈ റിങ്ങിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് റിങ്ങിലേക്ക് എപ്പോഴും റെസൊണേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും. പക്ഷേ ഈ കേസ് നിങ്ങൾ നോക്കിയേ, എന്താണ് സംഭവിച്ചത്? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നൈട്രോ ഗ്രൂപ്പ് ബിക്കോസ് ഓഫ് ദ വെരി സ്ട്രോങ് നെഗറ്റീവ് ഐ എഫക്ട് ഓഫ് നൈട്രോ ഗ്രൂപ്പ് എന്റെ കയ്യിൽ നിന്ന്, ഞാൻ ബെൻസിറിംഗ് ആണ്, എന്റെ കയ്യിൽ നിന്ന് നൈട്രോ ഗ്രൂപ്പ് ഇലക്ട്രോൺ അങ്ങോട്ട് എടുത്തു. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് നെഗറ്റീവ് ചാർജ് പോയപ്പോഴത്തേക്ക് ഞാൻ പോസിറ്റീവ് ആവുക ചെയ്തു. ഓക്കെ, അപ്പൊ ഈ റിംഗിലേക്ക് വരുന്ന ചാർജ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. മീൻസ് ഒരു ഇലക്ട്രോണിനെ എനിക്ക് ഉണ്ടായിരുന്ന തന്നെ, അല്ലെങ്കിൽ 2 ഇലക്ട്രോണിനെ റിംഗിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് നൈട്രോ ഗ്രൂപ്പ് എടുത്തു. അപ്പോഴത്തേക്കും ഞാൻ ആകുന്ന
ബെൻസീൻ ഗ്രൂപ്പിൽ വരുന്ന ചാർജ് ഏതാണ്? പോസിറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണ് ഇങ്ങനെ റെസൊണേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തോ വരച്ചോണ്ടിരിക്കുന്നത്? നൈട്രോ ബെൻസീന്റെ റെസൊണേറ്റിംഗ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് ആണ് വരച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത എങ്ങനെ നടക്കാം? വീണ്ടും ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നടക്കുന്നത് ഇത് ഇങ്ങോട്ട് ഈ ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ഇങ്ങോട്ട് ഒരു ബോണ്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. നൈട്രോ ഗ്രൂപ്പ് ഇങ്ങനെ തന്നെ എഴുതാം. ഓ മൈനസ് ചാർജ് ഇലക്ട്രോൺ. ഓക്കെ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. മീൻസ് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വരുമല്ലോ. ഓക്കെ, അപ്പൊ സെയിം ഡബിൾ ബോണ്ട് ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സെയിം. വീണ്ടും ഇവിടെ അനങ്ങാൻ നിൽക്കുന്ന വേറെ ഇലക്ട്രോൺ ഉണ്ട്, അതിനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം ഈ പോസിറ്റീവ് ചാർജ് ഈ പൊസിഷനിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഈ ബോണ്ട് ഇവിടെ വന്നു, ഈ ബോണ്ട് ഇവിടെ വന്നു. നോ, ഈ ബോണ്ട് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആയി. അപ്പോൾ ഇവിടെ വന്നു പോസിറ്റീവ് ചാർജ് വരുന്നത് ഈ പൊസിഷനിലേക്ക്. ഡബിൾ ബോണ്ട് എൻ ഓ മൈനസ് ആർ ഇലക്ട്രോൺ. ഓക്കെ, എങ്ങനെയാണ് വന്നത്? പോസിറ്റീവ് ചാർജിന് വീണ്ടും അടുത്ത ഒരു ഓർത്തോ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ആയി. പിന്നെ എന്താണ് നടക്കുന്നത്? പോസിറ്റീവ് ചാർജിന് ഈ ഒരു പൊസിഷനിലേക്ക് വീണ്ടും ഷിഫ്റ്റ് ആയി. ഇനി അടുത്ത പോസിബിൾ ആയിട്ടുള്ള റെസൊണൻസ് സ്ട്രക്ചർ ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ പോസിറ്റീവ്. ഇനി ഇങ്ങോട്ട് നമുക്ക് പോസിറ്റീവ് ചാർജിനെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് പോയ ഇലക്ട്രോണിനെ നമ്മൾ ഓക്സിജൻ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു. എങ്ങോട്ട് കൊടുക്കുന്നു? നൈട്രജൻ ഓക്സിജൻ ബോണ്ടിലേക്ക് കൊടുക്കുന്നു. ഈ ഡബിൾ ബോണ്ട് വീണ്ടും ഇങ്ങോട്ടായിട്ട് നമുക്ക് തിരിച്ച് നൈട്രോ ബെൻസീനെ കിട്ടുന്നു. ഇപ്പൊ കിട്ടുന്ന ബോണ്ട് 1 2 3 എൻ ഡബിൾ ബോണ്ട് ഓ മീൻസ് ഓക്സിജനിലെ നെഗറ്റീവ് ചാർജ് പോയി. മീൻസ് ഓക്സിജനിലേക്ക് കൊടുത്ത നെഗറ്റീവ് ചാർജ് വീണ്ടും ഓക്സിജൻ നൈട്രജൻ ബോണ്ടിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടു. എൻ സി ഡബിൾ ബോണ്ട് നൈട്രജൻ കാർബൺ ഇവിടുത്തെ ഡബിൾ ബോണ്ട് വീണ്ടും തിരിച്ച് റിംഗിലേക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ റെസൊണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നത് നൈട്രോ ബെൻസീന്റെ. അപ്പൊ ഇവിടെ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ OHന്റെ കേസ് നോക്കിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആണ് ഓർത്തോ പൊസിഷനിലേക്കും പാരാ പൊസിഷനിലേക്കും നെഗറ്റീവ് ചാർജ് കിട്ടി. നമുക്ക് വേണ്ടത് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോഫൈലിൽ വന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ചാർജ് വേണം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ടുള്ളിടത്താണ് അത് പോകാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ, ഈ കേസ് നിങ്ങൾ നോക്കിയേ, ഓർത്തോ പൊസിഷനില് പാരാ പൊസിഷനില് ഓർത്തോ പൊസിഷനില് രണ്ട് ഓർത്തോ പൊസിഷനിൽ ഒരു പാരാ പൊസിഷനിലേക്ക് വന്നിരിക്കുന്ന ചാർജ് എന്തുവാണ്? പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഓർത്തോ പൊസിഷനിലേക്ക് പാരാ പൊസിഷനിലേക്ക് ഓൾറെഡി പോസിറ്റീവ്. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഇലക്ട്രോഫൈലാണ്, ഞാൻ പോയി അറ്റാക്ക് ചെയ്യാൻ പോവാ ബെൻസീൻ റിംഗ് അല്ലെങ്കിൽ നൈട്രോ ബെൻസിലേക്ക് ഞാൻ പോസിറ്റീവ് ആയിരിക്കും. ഇലക്ട്രോഫൈൽ എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണല്ലോ. ഞാൻ ബെൻസീൻ റിംഗിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഓർത്തോ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് എന്തായാലും അട്രാക്ട് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സൈഡിലേക്ക് പോകും. നോക്കുമ്പോഴത്തേന് പാരാ പൊസിഷനിലും പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നിടത്ത് വീണ്ടും ഇലക്ട്രോഫൈലിൽ പോസിറ്റീവായി എനിക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. വീണ്ടും ഞാൻ നോക്കുമ്പോഴത്തേന് അടുത്ത ഓർത്തോ പൊസിഷനിലേക്കും പോസിറ്റീവ് ചാർജ്. അപ്പം എന്ത് വാല്യൂ എനിക്ക് പോയി ആഡ് ആക്കണം, എന്നെ ആഡ് ആക്കാനാണ് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ. മീൻസ് ഒരു ഇലക്ട്രോഫൈലിനെ എടുത്ത് നൈട്രോ ബെൻസിനെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇലക്ട്രോഫൈലായ ഞാനിങ്ങനെ ഓർത്തോ പൊസിഷനിലേക്ക് പാരാ പൊസിഷനിലേക്ക് ഇങ്ങനെ മാറി നോക്കുമ്പോഴത്തേന് റെസൊണൻസ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോഴത്തേന് ഞാൻ ഉള്ളിലേക്ക് ചെന്ന് നോക്കും. അപ്പോഴത്തേനുള്ള എല്ലാ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും എല്ലാം ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും പോസിറ്റീവ് ചാർജ് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഓൾറെഡി നമ്മുടെ പോസിറ്റീവ് സൈഡ്സ് മീൻസ് ഓർത്തോ സൈഡും പാരാ പൊസിഷനും എല്ലാം പോസിറ്റീവ് ചാർജ് സെന്ററായി മാറി. ഓക്കെ, ഇലക്ട്രോഫൈൽ എപ്പോഴും ഒരു നെഗറ്റീവ് ചാർജ് സെന്ററിലോട്ട് മാത്രമേ പോയി അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ നൈട്രോ ഗ്രൂപ്പ് ഈ ഓൾ ബെൻസീൻ റിംഗിനെ ഡീആക്ടിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസിനെ അത് കുറച്ചു. OH ആയിരുന്നെങ്കിലോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ നടക്കാനുള്ള പോസിബിലിറ്റി കൂട്ടി. എന്തുകൊണ്ട്? അതൊരു നെഗറ്റീവ് ചാർജ് സെന്ററിനെ അറ്റ്ലീസ്റ്റ് 3 നെഗറ്റീവ് ചാർജ് സെന്ററിനെ അതിനുണ്ടാക്കാൻ പറ്റി ബെൻസീൻ റിംഗിനകത്ത്. പക്ഷേ ബെൻസീൻ റിംഗ് മൊത്തത്തിൽ ഇതൊരു ഡീആക്ടിവേറ്റ് ചെയ്ത് കളഞ്ഞു. എങ്ങനെ ചെയ്ത് കളഞ്ഞു? ബെൻസീനിൽ നിന്നുള്ള ഇലക്ട്രോണിനെ തന്നെ നൈട്രോ ഗ്രൂപ്പ് അങ്ങോട്ട് പുള്ളി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇലക്ട്രോൺസ് ഉള്ള ബെൻസീൻ റിംഗിലോട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. നൈട്രോ ഗ്രൂപ്പ് ഉള്ള ഇലക്ട്രോൺസിനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോഫൈലായി ഞാൻ അങ്ങോട്ട് പോകും, എനിക്ക് പോകാനുള്ള ചാൻസ് അവിടെ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ പറയാൻ പറ്റും? നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. മീൻസ് ഈ ഒരു ഗ്രൂപ്പ് കൊണ്ടാണ് ഈ ബെൻസീൻ റിംഗിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയാൻ കാരണം. ഈ ബെൻസീൻ റിംഗിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എങ്ങോട്ടാ പോയത്? നൈട്രോ ഗ്രൂപ്പിലേക്ക് പോയി. അതുകൊണ്ട് ഇലക്ട്രോഫൈലിന് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ, എങ്ങോട്ട് പോകാൻ പറ്റാത്ത ഓർത്തോ പാരയിലേക്കൊന്നും ഒരിക്കലും പോകാൻ പറ്റാത്ത അവസ്ഥയെ. പക്ഷേ നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇലക്ട്രോഫൈൽ നോക്കുമ്പോഴത്തേന് ഈ മെറ്റാപോസിഷനിലേക്ക് എല്ലാ മെറ്റാപോസിഷനിലും നോക്കി എല്ലാ റെസൊണേറ്റിംഗ് സ്ട്രക്ചറിൻ്റെ അകത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും മെറ്റാപോസിഷനിൽ പോസിറ്റീവ് ചാർജും ഇല്ല നെഗറ്റീവ് ചാർജും ഇല്ല. നോക്കിയേ, ഇവിടെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഓർത്തോ പൊസിഷനിലും പോസിറ്റീവ് ചാർജ് ഉണ്ട്. പക്ഷേ മെറ്റാ പൊസിഷനിൽ ഒരു ചാർജും ഇല്ല. ഒരു ചാർജും ഇല്ലാത്തതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഇൻ ദ കേസ് ഓഫ് നൈട്രോ ബെൻസീൻ, ഞാൻ പറയുന്നത് നൈട്രോ ബെൻസിന്റെ കേസാണ്. ഇൻ ദ കേസ് ഓഫ് നൈട്രോ ബെൻസീൻ
കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ, മെറ്റാ പൊസിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ്. അവിടെ നെഗറ്റീവ് ചാർജ് മെറ്റാ പൊസിഷൻ ഇവിടെ ഇല്ല, അത് ഓക്കെയാണ്. നെഗറ്റീവ് ചാർജ് അവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടെ നോക്കിയേ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള 3 പൊസിഷനിലും പോസിറ്റീവ് ചാർജും വന്നു. മീൻസ് പോസിറ്റീവ് ചാർജ് വന്നെന്നുള്ള മീനിങ് അതിന്റെ അർത്ഥം അവിടെ നെഗറ്റീവ് ചാർജേ ഇല്ല. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഇല്ല, പോസിറ്റീവ് ആയി കഴിഞ്ഞു. പക്ഷേ 2 മെറ്റാ പൊസിഷൻ നിങ്ങൾ എല്ലാ സ്ട്രക്ചറിനും നോക്കി കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ചാർജും ഇല്ല, പക്ഷേ പോസിറ്റീവ് ചാർജും ഇല്ല. പോസിറ്റീവ് ചാർജ് ഇല്ലെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് പാരാ ഗ്രൂപ്പ്, മെറ്റാ പൊസിഷൻ എന്ന് വെച്ചാൽ ലിറ്റിൽ ബിറ്റ് ഇലക്ട്രോൺ റിച്ച് ആണ്. നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ മോർ ഇലക്ട്രോൺ റിച്ച്, ഒരു ചാർജും ഇല്ലെന്നുണ്ടെങ്കിൽ മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്നു. പോസിറ്റീവ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഒട്ടും ഇലക്ട്രോണും ഇല്ല, ഒത്തിരി ഇലക്ട്രോൺ ഉണ്ട്, നെഗറ്റീവ് പോസിറ്റീവ്, അതിന്റെ ഇടയ്ക്കാണ് ഒരു ചാർജും ഇല്ലാതുള്ള മെറ്റാ പൊസിഷൻ. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? കമ്പയർഡ് ടു പോസിറ്റീവ് ചാർജ് സെന്റർ മെറ്റാ പൊസിഷൻസ്, കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ, മെറ്റാ പൊസിഷൻ ഈസ് ഇലക്ട്രോൺ റിച്ച്. അതുകൊണ്ട് ഇലക്ട്രോഫൈലായ ഞാൻ ഈ മെറ്റാ പൊസിഷനിലേക്ക് പോയി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. മീൻസ് ഇലക്ട്രോഫൈൽ മെറ്റാ പൊസിഷനിലേക്ക്, ബെൻസീൻ റിങ്ങിന്റെ അല്ലെങ്കിൽ നൈട്രോ ഗ്രൂപ്പിന് മെറ്റാ പൊസിഷനിലേക്ക് ഒന്നെങ്കിൽ 1, 2, 3ാമത്തെ പൊസിഷനിലോ അല്ലെങ്കിൽ 5ാമത്തെ പൊസിഷനിലേക്കോ ഞാൻ പോയി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇതാണ് നൈട്രോ ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ കാരണം. എന്താണ്? നൈട്രോ ഗ്രൂപ്പ് ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് തന്നെ വേറൊരു പുതിയൊരു ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് അത് കുറച്ചു. പക്ഷേ കമ്പയർഡ് ടു ഓർത്തോ ആൻഡ് പാരാ ഗ്രൂപ്പ് മെറ്റാ പൊസിഷൻ എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയി അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റും. സോ ഇതിലൂടെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് 2-3 കൂടെ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് പറഞ്ഞാൽ അസിഡിക് ഗ്രൂപ്പ് COOH ഗ്രൂപ്പ്, അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ CHO ഗ്രൂപ്പ്, ഇതൊക്കെ, അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡ് COCl ഗ്രൂപ്പ്, ഇതെല്ലാം മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാറ്റഗറൈസ് പഠിച്ചു വെക്കുക. ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്, മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേന് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന്റെ ഏകദേശം ഫുൾ പോർഷൻ കഴിഞ്ഞിരിക്കുന്നതിന് ലാസ്റ്റ് ഒരു വെരി സ്മോൾ, വെരി ഒരു അൺഇമ്പോർട്ടന്റ് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ടോപ്പിക്കാണ് കാർസോജെനിസിറ്റി ആൻഡ് ടോക്സിസിറ്റി ഓഫ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. മീൻസ് എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ? ഇപ്പം ഹൈ കാർബൺസ്, ഇപ്പം 3-4 ബെൻസിറിങ്ങൾ ഫ്യൂസ് ചെയ്തിട്ടുള്ള കുറെ കോമ്പൗണ്ടുകളുടെ എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ 1,2 ബെൻസ് ആന്ത്രസീന്, 3 മീഥൈൽ ക്ലോറോ ആന്ത്രസീന്, 1,2 ബെൻസ് പൈറീൻ. ഇതിന്റെയൊക്കെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ബെൻസീൻ തൊട്ടാണെങ്കിലും ബെൻസീനും കാർസോജനിക്കാണ്. കാർസനോജനിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കാർസനോജനിക്, കാൻസർ കോസിങ് കെമിക്കൽസ് ആണ് ഈ ബെൻസീൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബെൻസിറിങ്ങൾ ഫ്യൂസ് ആയിട്ടിരിക്കുന്ന കെമിക്കൽസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സിന്റെ ഒക്കെ ബൈ പ്രോഡക്ട്സ് ആയിട്ടൊക്കെ വരുന്ന കെമിക്കൽസ് ആണ് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേന് ഇത് നമ്മുടെ DNA ആയിട്ട് റിയാക്ട് ചെയ്ത് ക്യാൻസർ കോസിങ് ആയിട്ടുള്ള കുറെ എഫക്റ്റുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ കാർസിനോജനിക് കെമിക്കൽസ് എന്ന് പറയും. മീൻസ് ഈവൻ തോ നമ്മൾ ഇതിന്റെ പോസിറ്റീവ് സൈഡ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൽ, മെയിൻലി ഹൈഡ്രോകാർബൺസിൽ, അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിൽ ലിറ്റിൽ ബിറ്റ് കാർസിനോജനിസിറ്റി ഉള്ളതാണ്. ഓൾമോസ്റ്റ് ഓൾ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് ആർ നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. മീൻസ് അതിന്റെ കംപ്ലീറ്റ് ഇൻഹലേഷൻ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെയെങ്കിലും നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് ഫേറ്റൽ ആകാൻ ചാൻസ് ഉണ്ട്. മീൻസ് അത് നമ്മളുടെ ജീവനെ തന്നെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ ഇത്രയും പോസിറ്റീവ് സൈഡ് പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് സൈഡിൽ കാർസിനോജനിസിറ്റി ആൻഡ് അതിന്റെ ടോക്സിസിറ്റി, അതിന്റെ ഒരു വിഷാംശം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും, നമ്മുടെ DNA അത് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ട് നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അതൊരു വെരി എന്താ പറയുന്നത് നെഗറ്റീവായിട്ട് തന്നെ ബാധിച്ച് നെക്സ്റ്റ് ജനറേഷനെ തന്നെ, ഹ്യൂമൻ ബീങ്സിന് നെക്സ്റ്റ് ജനറേഷനെ തന്നെ ഇല്ലാതാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം ഇങ്ങനത്തെ കെമിക്കൽസുമായിട്ട്, ലാബിലാണെങ്കിലും ശരി അല്ലാതാണെങ്കിലും ഡീൽ ചെയ്യാനാണ് ഇതിന്റെ ഒരു ഓവറോൾ ഐഡിയ. ഈ ലാസ്റ്റ് ടോപ്പിന്റെ കാർസിനോജനിസിറ്റി ആൻഡ് ടോക്സിറ്റി, ഇതോടുകൂടി നമ്മുടെ ഹൈഡ്രോകാർബൺസ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അലിഫാറ്റിക് ഹൈഡ്രോകാർബൺസ് ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. ഓക്കെ, അപ്പോൾ എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ പ്രിപ്പറേഷനും കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടതാണ്. ഇതിൻ്റെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. പക്ഷേ ലിറ്റിൽ മോർ ഇമ്പോർട്ടൻസ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ കേസിലേക്ക് കുറച്ചുകൂടെ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. കാരണം ഇങ്ങനെ മെറ്റാ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്, അല്ലെ എന്തുകൊണ്ട് ഫീനോൾ ഒരു OH ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്, നൈട്രോ ഗ്രൂപ്പ് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്, വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. ബേസ്ഡ് ഓൺ റെസൊണൻസ് മാത്രം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കുക. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ വീഡിയോസ് കാണുക. ഇതിൻ്റെ അകത്ത് വീണ്ടും എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ ഡൗട്ട്സ് കമന്റ് ആയിട്ട് ഇടുക. ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു.